ഓക്കെ, അപ്പോൾ മൈക്രോസോഫ്റ്റ് എന്നുള്ള കമ്പനി ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റിൻ്റെ വേഡ്. ഒരു ഓഫീസിലെ ടൈപ്പിംഗ് സംബന്ധമായിട്ടുള്ള കുറേ വർക്കുകൾ, ഒരു ഓഫീസിൽ ടൈപ്പിംഗ് സംബന്ധമായിട്ടുള്ള വർക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് വരിക? ചിലപ്പോൾ നമ്മളൊരു ലെറ്റർ അയക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ഒരു ലെറ്റർ ഫോർമാറ്റ് സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ടൈപ്പിങ്ങിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന, അതായത് നമ്മുടെ സിസ്റ്റത്തിലെ കമ്പ്യൂട്ടറിൽ ടൈപ്പിങ്ങിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ ഒരുവിധ വർക്കുകളും നിങ്ങൾ സാധാരണ രീതിയിൽ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എന്ത്? മൈക്രോസോഫ്റ്റിൻ്റെ വേഡ് എന്നുള്ള സോഫ്റ്റ്വെയർ. ക്ലിയർ ആണല്ലോ? മൈക്രോസോഫ്റ്റ് വേഡ് എന്താണെന്നുള്ളത് മനസ്സിലായില്ലേ? വേഡിന് നമ്മൾ ഡോക്യുമെൻ്റ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുക. ആരും നമ്മൾ മൈക്രോസോഫ്റ്റ് വേഡിലൊരു വർക്ക് ചെയ്യുന്നൊന്നും പറയില്ല. നമ്മുടെ കമ്പനി അല്ലെങ്കിൽ നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുന്ന സ്ഥലത്ത് പറയുക, ചിലപ്പോൾ ഒരു ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ പറയുള്ളൂ. അപ്പോൾ ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മൈക്രോസോഫ്റ്റ് വേഡിലായിരിക്കണം വർക്ക് ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ? മൈക്രോസോഫ്റ്റ് വേഡ് ഓപ്പൺ ആയി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക. കണ്ടല്ലോ? അപ്പോൾ ഞാൻ മൈക്രോസോഫ്റ്റ് എൻ്റെ സിസ്റ്റത്തിൽ വേഡ് ഞാൻ ഓപ്പൺ ആക്കി. വേഡ് ഓപ്പൺ ആക്കാനായിട്ട് അറിയാലോ, സ്റ്റാർട്ട് ബട്ടണിൽ പോയി കഴിഞ്ഞാൽ ഓൾ പ്രോഗ്രാംസിൽ പോയി കഴിഞ്ഞാൽ മൈക്രോസോഫ്റ്റ് എന്നുള്ളതിൻ്റെ ഉള്ളിലായിട്ട് സോഫ്റ്റ്വെയർ ഉണ്ട്. ഞാനിതൊക്കെ ഇപ്പോൾ എൻ്റെ ഈ കാണുന്ന സിസ്റ്റത്തിൻ്റെ ഈ സ്റ്റാറ്റസ് ബാറിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഞാനിവിടെ നിന്ന് എടുത്തിട്ടുണ്ട് വേഡ് എന്നുള്ള സിമ്പിൾ. കണ്ടല്ലോ? ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് എന്ത് ചെയ്യുക? നമുക്ക് വേഡ് ഓപ്പൺ ആയി വരുമ്പോൾ വരിക. ഒരു കാര്യം ശ്രദ്ധിക്കുക, റീസെൻറ്റ് ഫയലുകൾ എന്നുള്ള പേരിൽ നമ്മൾ മുന്നേ ഓപ്പൺ ചെയ്തിട്ടുള്ള ഫയലുകളൊക്കെ ഈ ലെഫ്റ്റ് സൈഡിൽ എടുക്കേണ്ടതായിരിക്കും. മനസ്സിലായ? നമ്മുടെ സിസ്റ്റത്തിൽ നമ്മളിപ്പോൾ കുറേ എന്നും വേഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കാം. അങ്ങനെ വേഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് ചെയ്ത അതേ ഫയൽ തന്നെയാണ് നാളെ ഓപ്പൺ ആക്കേണ്ടത്. അതായത് ആ പിറ്റത്തെ ദിവസം ഓപ്പൺ ആക്കേണ്ടത് അതേ ഫയൽ തന്നെയാണെന്നുണ്ടെങ്കിൽ ഈ റീസെൻറ്റ് ഫയലിൽ എടുക്കുന്നുണ്ടാവും. കണ്ടോ? ലാസ്റ്റ് വീക്ക് എന്നുകൊണ്ട് എടുക്കുന്നുണ്ടോ നിങ്ങൾ? ക്ലിയർ ആണല്ലോ? അതേപോലെ അതിൻ്റെ തൊട്ടടിയിൽ നോക്കി നോക്കിയേ, ഓപ്പൺ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസ് കാണാനില്ലേ? നമ്മൾ നേരിട്ടിട്ട് ഉള്ള ഫയൽ ഓപ്പൺ ആക്കാനായിട്ട് ശ്രദ്ധിക്കാം. നമ്മുടെ സിസ്റ്റത്തിലുള്ള വേഡിൻ്റെ ഫയലുകൾ നമുക്ക് നേരിട്ടിട്ട് ഓപ്പൺ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാം. പക്ഷേ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഈ ബ്ലാങ്ക് ഡോക്യുമെൻ്റ് എന്നുള്ള ഫയലാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇവിടെ കണ്ടില്ല ഒരു പേജിൻ്റെ ചിഹ്നമായിട്ട് കിടക്കുന്നുണ്ടോ? ക്ലിയർ ആണല്ലോ? ഈ ബ്ലാങ്ക് ഡോക്യുമെൻ്റ് എന്നുള്ള ഫയലിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വേഡ് എന്നുള്ള നമ്മുടെ സോഫ്റ്റ്വെയർ ലോഡായി വന്നു, ഡോക്യുമെൻ്റ് ഓപ്പൺ ആയി വന്നു. ക്ലിയർ ആണല്ലോ? അപ്പോൾ വേഡ് എങ്ങനെ ഓപ്പൺ ആക്കേണ്ടതെന്നുള്ളത് മനസ്സിലായില്ലേ? നമ്മുടെ സിസ്റ്റത്തിൽ സ്റ്റാർട്ടിൽ പോയി കഴിഞ്ഞാൽ ഓൾ പ്രോഗ്രാംസിൽ പോയി കഴിഞ്ഞാൽ കാണാം വേഡ് എന്നുള്ളൊരു സോഫ്റ്റ്വെയർ കാണാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബ്ലാങ്ക് ഡോക്യുമെൻ്റ് കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കിങ്ങനെ ഒരു പേജ് ഇവിടെ കിട്ടും. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കൂ, ഒരു പോയിന്റ് ബ്ലിങ്ക് ചെയ്യുന്ന കണ്ട, കഴ്സർ പോയിന്റ് ബ്ലിങ്ക് ചെയ്യുന്ന കാണാല്ലേ? ഇവിടെ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അവിടെ അതിനെയാണ് നമ്മൾ കഴ്സർ പോയിന്റ് എന്ന് പറയാം. അവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു വർക്ക് ടൈപ്പ് ചെയ്ത് തുടങ്ങുക. അതിനെക്കുറിച്ചൊക്കെ ഞാൻ കൂടുതലായിട്ട് പറയും. വേഡ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? വേഡിൽ വ്യൂ എന്നുള്ളൊരു മെനു കണ്ട? അവിടെ വ്യൂ കണ്ട? വ്യൂ എന്നുള്ളൊരു മെനു കണ്ട? ഫയല്, ഹോം, ഇൻസേർട്ട്, ഡിസൈന്, പേജ് ലേഔട്ട്, റെഫറൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം കണ്ട വ്യൂ എന്നുള്ളൊരു ഓപ്ഷൻസ് കണ്ട? ഈ വ്യൂവില് ഡോക്യുമെന്റ് വ്യൂസ് എന്ന് പറഞ്ഞിട്ട് ഒരു 5 ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. കണ്ട? ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ റീഡ് മോഡ്, പ്രിന്റ് ലേഔട്ട്, വെബ് ലേഔട്ട്, ഔട്ട്ലൈൻ, ഡ്രാഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ടോ? ലെഫ്റ്റ് സൈഡിൽ ഔട്ട്ലൈൻ, ഡ്രാഫ്റ്റ്, റീഡ് ലേഔട്ട്, റീഡ് മോഡ്, പ്രിന്റ് ലേഔട്ട്, വെബ് ലേഔട്ട്, ഔട്ട്ലൈൻ, ഡ്രാഫ്റ്റ്. ഇങ്ങനെ 5 ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് വേഡ് ഉപയോഗിക്കാം. അതായത് വെറുതെ റിപ്പോർട്ട് വായിച്ചാൽ മാത്രം മതി എന്നുണ്ടെങ്കിൽ നമുക്ക് റീഡ് മോഡിൽ യൂസ് ചെയ്യാൻ പറ്റും. മനസ്സിലായ? ക്ലിയർ ആണല്ലോ? മറിച്ച് പ്രിന്റ് എടുക്കാനായിട്ടാണ് ഇപ്പം നമ്മളൊരു ഓഫീസുകളിലൊക്കെ പ്രിന്റ് എടുക്കുകയാണ് ഉദ്ദേശിക്കുക, അല്ലേ? പ്രിന്റ് എടുക്കാനൊക്കെ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിന്റ് ലേഔട്ടിൽ ഡീഫോൾട്ടായിട്ട് പ്രിന്റ് ലേഔട്ടാണ് എടുക്കുക. പക്ഷേ നമ്മളിത് മാറിക്കെടുക്കേണ്ടതുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് പ്രിന്റ് ലേഔട്ടിൽ ക്ലിക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. വേഡിന് ഡോക്യുമെൻറ്റ്സിന് 5 തരത്തിലുള്ള വ്യൂസുകളുണ്ട്. അതിൽ ഒന്നാണ് പ്രിന്റ് ലേഔട്ട്, 2 റീഡ് ലേഔട്ട്, റീഡിങ് ലേഔട്ട്,
മൂന്നാമത്തത് വെബ് ലേഔട്ട്, അതായത് ഇന്റർനെറ്റ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യുന്ന മോഡല്. പിന്നെ വെറുതെ എൻട്രി ചെയ്താൽ മാത്രം മതി, ടൈപ്പ് ചെയ്താൽ മാത്രം മതി, അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് ലേഔട്ട്, ഇങ്ങനെയൊക്കെ എടുക്കുന്ന ഒരു 5 തരം ഡോക്യുമെന്റ് വ്യൂസ് ഉണ്ട്. ഫസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് അതാണ്. വേർഡിന് ഡോക്യുമെന്റിന് 5 തരം വ്യൂസ് ഉണ്ട്, 5 തരം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. അപ്പം ഞാൻ ഓരോ വ്യൂ ഞാനൊന്ന് കാണിച്ചു തരാം, എന്ന് ശ്രദ്ധിക്കാം. ഞാനിവിടെ നിന്ന് കുറച്ച് മാറ്റർ ടൈപ്പ് ചെയ്യാം. ഒരു മിനിറ്റ്. മാറ്റർ ടൈപ്പ് ചെയ്യാനായിട്ട് നമ്മൾ F1 എന്നുള്ള കമാൻഡാണ് യൂസ് ചെയ്തിട്ടോ. ഹെൽപ്പ് എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന കമാൻഡാണ് F1 എന്നുള്ളൊരു കമാൻഡ്. കണ്ടല്ലോ, ഇതിപ്പോൾ ഓൺലൈനിലായ കാരണമാണ് F1. കീബോർഡിന്റെ മുകളിൽ F1 ഫങ്ഷൻസ് കീ കണ്ടില്ലേ മേലത്തെ, F1, F2, F3, F4, F5 എന്നൊക്കെ പറഞ്ഞിട്ട് കീകൾ കാണാം. സിസ്റ്റം ഓൺ ആക്കി വെച്ചിട്ടുണ്ടോ? വെച്ചിട്ടുണ്ടല്ലേ. അതിന്റെ മുകളിൽ നോക്കി നോക്കൂ ഫങ്ഷൻസ് കീ. ലാപ്ടോപ്പ് ആണോ? കുഴപ്പമില്ല. ഏറ്റവും മേലത്തെ കീബോർഡിന്റെ ഏറ്റവും മേലത്തെ റോ നോക്കി നോക്കൂ. ഏറ്റവും മേലത്തെ കീബോർഡിന്റെ മുകളിൽ എസ്കേപ്പ്, F1, F2, F3 എന്നൊക്കെ പറഞ്ഞിട്ട് കാണാല്ലേ? ഫസ്റ്റ് എസ്കേപ്പ്, പിന്നെ F1, F2, F3, F4, F5 ഫങ്ഷൻസ് കീകളാണ്. അതിലത്തെ F1 എന്നുള്ള കീ ആണ് നമ്മൾ ഹെൽപ്പ് എടുക്കാനായിട്ട് യൂസ് ചെയ്യാം. ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ നെറ്റ് ഓൺ ആണെങ്കിൽ ചിലപ്പോൾ ഹെൽപ്പ് ആക്റ്റീവ് ആവില്ല. നെറ്റ് നമ്മുടെ സിസ്റ്റത്തിൽ ഓൺ ആവുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നോക്കൂ, എൻ്റെ സ്ക്രീൻ നോക്കൂ. എൻ്റെ സ്ക്രീനിൽ ഞാൻ F1 അടിക്കുന്ന സമയത്ത് എന്താ മെസ്സേജ് വരുന്നത് നോക്കി. കണ്ടാ കണക്ട് ടു ഇന്റർനെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ അത് ഇപ്പോൾ നെറ്റ് കണക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ റെഡിക്ക് നോട്ട് തന്നെ കിട്ടും കേട്ടോ, നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ തൽക്കാലം ഗൂഗിളിൽ നിന്ന് ഏതെങ്കിലും ഒരു കുറച്ച് മാറ്റർ കോപ്പി ചെയ്യാം. അപ്പോൾ ഞാനിവിടെ വേർഡ് എന്നുള്ള ഒരു ടോപ്പിക് വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്തു. അതിൽ നിന്ന് ഒരു മാറ്റർ ഞാൻ ജസ്റ്റ് അത് നമ്മുടെ പേജിലേക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ലോഡായി വരട്ടെ, സൈറ്റ് ലോഡായി വരട്ടെ. ഏതെങ്കിലും ഒരു സൈറ്റ് ഇട്ടാ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മാറ്റർ കോപ്പി ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ ആവശ്യം. എനിക്കൊരു മാറ്ററിൻ്റെ എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അത് ഞാൻ കോപ്പി ചെയ്യാനായിട്ട് Ctrl C നോട്ട് ചെയ്തോളാം. Ctrl C ആണ് കോപ്പി ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കമാൻഡ്, അറിയണതല്ലേ? അവിടെ നിന്നിട്ട് ഞാൻ വേർഡിൽ കൊടുന്ന് വെച്ചിട്ട് Ctrl V എന്ന് അടിച്ചു കഴിഞ്ഞാൽ കണ്ടില്ലേ, അത് പേസ്റ്റ് ആയത് കണ്ട. Ctrl V ക്ലിയർ ആണല്ലോ. Ctrl C, Ctrl V. ഞാൻ വേറെ ഒന്നിനുമല്ല, ഇതിൻ്റെ ലേഔട്ട് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഞാൻ കുറേ പേജ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി എക്സാമ്പിളായിട്ട് ഒരു 4 പേജ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് വേർഡിൽ. ഇനി നിങ്ങൾ നോക്കിയേ, വ്യൂവിലെ റീഡ് ലേഔട്ട് നോക്കിയേ, വായിക്കാവുന്ന ഫോർമാറ്റിലാണ് ഓപ്പൺ ആയിട്ടുള്ളത്. ക്ലിയർ അല്ലേ? നമ്മളൊരു റിപ്പോർട്ട് നമുക്ക് വായിച്ചാൽ മാത്രം മതി എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു ഓഫീസുകളിലൊക്കെ കാണാം, നമുക്കൊരു റിപ്പോർട്ടുകൾ ജസ്റ്റ് റീഡ് ചെയ്താൽ മാത്രം മതി. കണ്ടോ? ക്ലിയർ ആണല്ലോ. ഈ സൈഡിൽ ഒരു ഏരോ കണ്ടോ നിങ്ങൾ? ക്ലിയർ ആണല്ലോ. ഇതാണ് റീഡ് ലേഔട്ട്, അതായത് ഫസ്റ്റത്തെ ലേഔട്ട്, റീഡ് മോഡ്. ഓക്കെ. പിന്നെ ഇതാണ് പ്രിന്റ് മോഡ്. കണ്ടോ? മാർജിനുകളൊക്കെ സെറ്റ് ചെയ്തിട്ട് പ്രിന്റ് ചെയ്യാവുന്ന രീതിയിൽ സെറ്റ് ചെയ്യുന്ന ലേഔട്ടാണ് പ്രിന്റ് മോഡ്, പ്രിന്റ് ലേഔട്ട്. ഇനി വെബ് ക്ലിക്ക് ചെയ്ത് നോക്കിയൊക്കെ നിങ്ങൾ കണ്ടോ, ഒരു ഇന്റർനെറ്റിന്റെ പേജ് ഓപ്പൺ ആക്കണ പോലെ. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഞാനിവിടെ നിന്നുകൊണ്ട് ഞാനൊരു മലയാള മനോരമ പേജ് ഓപ്പൺ ആക്കുകയാണ്, malayalamanoorama.com. കണ്ടോ? ഇതിന് മാർജിനുകളൊന്നുമില്ല. സംഭവം മനസ്സിലായില്ലേ? മാർജിനുകളൊന്നുമില്ല, കാരണം ഒരറ്റം തുടങ്ങി മറ്റൊരറ്റം വരെ വരുന്നൊരു ലേഔട്ടാണ്. ഇതേ ലേഔട്ടാണ് നമ്മുടെ വേർഡിലുള്ള വെബ് ലേഔട്ട്. ക്ലിയർ ആണല്ലോ. ഇനി ഔട്ട്ലൈൻ ലേഔട്ട് നോക്കി നിങ്ങൾ, എവിടേക്കാണോ എൻ്റർ അടിച്ചിട്ടുള്ളത്, എവിടേക്കാണോ ഇതൊന്നും നമ്മൾ ഉപയോഗിക്കുന്നതല്ല, ഞാനത് പറയുമ്പോൾ പറഞ്ഞു കൂടുന്നു മാത്രമേ ഉള്ളൂ. കേട്ടോ?
അതേപോലെ തന്നെ ഡ്രാഫ്റ്റ് ലേഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഡ്രാഫ്റ്റ് അയക്കുന്ന പോലത്തെ ഒരു ലേഔട്ട്. ക്ലിയർ ആണല്ലോ? അപ്പോൾ വേഡിന് 5 തരത്തിലുള്ള ഡോക്യുമെന്റ് വ്യൂസുകളുണ്ട്. ഒന്ന് റീഡ് ലേഔട്ട്, പ്രിന്റ് ലേഔട്ട്, വെബ് ലേഔട്ട്, ഔട്ട്ലൈൻ ലേഔട്ട്, ഡ്രാഫ്റ്റ് ലേഔട്ട്. നമ്മൾ സാധാരണ ഒരു ഓഫീസിൽ യൂസ് ചെയ്യുക എന്താണ്? പ്രിന്റ് ലേഔട്ടിലാണ്. കാരണം പ്രിന്റ് എടുക്കേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഒരു കൂടുതൽ ആൾക്കാർ നമ്മൾ ഈ വേഡിൽ വർക്ക് ചെയ്യുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ അതിനെയാണ് നമ്മൾ പ്രിന്റ് ലേഔട്ട് എന്നുള്ള ഓപ്ഷൻസിലൂടെ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കൊരു റിപ്പോർട്ട് ഇപ്പോൾ മാനേജർക്ക് കാണിച്ചാൽ മാത്രം മതി, അല്ലെങ്കിൽ ഓണർക്ക് കാണിച്ചാൽ മാത്രം മതി. അപ്പോൾ ലാപ്ടോപ്പായിട്ട് പോയിട്ട് ഞാൻ എന്ത് ചെയ്യണം? നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള റിപ്പോർട്ട് വേണമെങ്കിൽ റീഡ് ലേഔട്ടിൽ വേണമെങ്കിൽ ആൾക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഉണ്ടല്ലോ? അപ്പോൾ അത് വായിക്കാൻ കുറച്ചും കൂടി വിസിബിലിറ്റി ഉണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ വേഡിന് 5 തരം ഡോക്യുമെന്റ് വ്യൂസ് ഉണ്ട് എന്നുള്ളത് ആദ്യം നമ്മളത് പഠിക്കാം. പിന്നെ സെറ്റ് ചെയ്യേണ്ടത് നമ്മൾ പേജിൻ്റെ സെറ്റിങ്സ് ആണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അടുത്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇവിടെ നോക്കൂ, നിങ്ങൾ ലേഔട്ട് എന്ന് എടുക്കുന്ന ഒരു ഭാഗം കാണാം. പേജ് ലേഔട്ട്. ഓക്കെ, ഏതാ വേർഷൻ യൂസ് ചെയ്യുന്നത്? വേഡിൻ്റെ 2010 മൈക്രോസോഫ്റ്റിന്റെ? കുഴപ്പമില്ല, 10 ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ അതിൽ ചിലപ്പോൾ പേജ് ലേഔട്ട് എന്ന് എടുക്കുന്നുണ്ടാവും കേട്ടോ. ഇത് 2016 ആയതുകൊണ്ടാണ് ലേഔട്ട് എടുക്കുന്നത്. പേജ് ലേഔട്ട് കണ്ടില്ലേ? അതിൻ്റെ ഉള്ളിൽ പേജിൻ്റെ ഓറിയന്റേഷൻ. എന്താണ് പേജിൻ്റെ ഓറിയന്റേഷൻ? പേജിൻ്റെ ഡയറക്ഷൻ, ദിശ. ക്ലിയർ അല്ലേ? അതായത് ഒരു പേജ്, ഒരു A4 പേപ്പർ എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ പേപ്പറിനെ എനിക്ക് എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ നമുക്ക് പോർട്രേറ്റ് ആയിട്ട്, അതായത് കുത്തനെ ഉപയോഗിക്കാം അല്ലേ? അതന്നെ നിങ്ങൾക്ക് വൈഡായിട്ട് യൂസ് ചെയ്തൂടെ? ഞാൻ പറഞ്ഞ സ്റ്റെപ്പ് മനസ്സിലായ? ഒരു A4 പേപ്പർ എടുത്ത് പിടിച്ചു കഴിഞ്ഞാൽ നേരെ ഉപയോഗിക്കാം, വരല്ലാത്തൊരു പേപ്പർ ആണെങ്കിൽ. അതേപോലെ തന്നെ ആ പേപ്പറിനെ ഇങ്ങോട്ട് ചെരിച്ചു ഉപയോഗിക്കാം. സംഭവം മനസ്സിലായ? അതിനെയാണ് പേജിൻ്റെ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം. ഇപ്പോൾ ഈ പേജ് കുത്തനെയാണ്, കണ്ടല്ലോ? ഇനി ഞാൻ അതിൻ്റെ ലേഔട്ടിൽ പോയിട്ട് അതിൻ്റെ ഓറിയന്റേഷൻസ് ലാൻഡ്സ്കേപ്പ് ആക്കിയപ്പോൾ എന്തുണ്ടായത്? കണ്ട, പേജിൻ്റെ ഡയറക്ഷൻ മാറിയതുണ്ട? വീതി കൂടി, ഹൈറ്റ് കുറഞ്ഞു. മറ്റേത് ഹൈറ്റ് കൂടുതലാണ്, കണ്ട, വീതി കുറവാണ്. ക്ലിയർ ആയില്ലേ? ഓറിയന്റേഷൻ ലാൻഡ്സ്കേപ്പ് എടുക്കുമ്പോ ഇങ്ങനെ വീതിയായിട്ട് വരും അല്ലേ? ഒന്ന് ലാൻഡ്സ്കേപ്പ് ആണെന്നുണ്ടെങ്കിൽ, ഓറിയന്റേഷൻ പോർട്രേറ്റ് ആണെന്നുണ്ടെങ്കിൽ പേജ് കുത്തനെ വരും. ലാൻഡ്സ്കേപ്പ് ആണെന്നുണ്ടെങ്കിൽ വൈഡ് ആയിട്ട് വരും. ഇപ്പോൾ നമ്മൾ പറയാറില്ലേ, നമ്മളെ ആൾക്കാർ ചിലപ്പോൾ നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പറയാറുണ്ട്, ഇപ്പോൾ പെരുന്നാൾ പ്രമാണിച്ചിട്ട് അല്ലെങ്കിൽ ഒരു മുടക്കാണ്, ടുഡേ ഹോളിഡേ എന്ന് എഴുതിയിട്ട് ഒരു പ്രിന്റ് ചെയ്തിട്ട് ഒട്ടിച്ചിട്ട് പോയിക്കോളാൻ പറഞ്ഞു നമ്മളെ കമ്പനി. അപ്പോൾ നമ്മൾ ഇതിൽ ഇങ്ങനെ ചെയ്യണേക്കാട്ടി ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കട്ടാ. ഇങ്ങനെ ഞാനിപ്പോൾ പറയാണ് ടുഡേ, ഇന്ന് വൈകുന്നേരം നമ്മുടെ കമ്പനി ക്ലോസ് ചെയ്ത് പോണ സമയത്ത് നാളെ ഒരാൾ വന്നു കഴിഞ്ഞാൽ ടുഡേ ഹോളിഡേ എന്ന് പറഞ്ഞിട്ട് കാണണം എന്ന് പറയാണ്. ഹോളിഡേ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അതിന് ഞാൻ ഫോണ്ടും സൈസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഇതിങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ? ഈ പേജിൽ ഇങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ? ക്ലിയർ ആണല്ലോ? ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ ലേഔട്ടിൽ പോയിട്ട് ഓറിയന്റേഷൻസ് ലാൻഡ്സ്കേപ്പ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നോർമൽ യൂസ് ചെയ്യുന്ന സ്റ്റെപ്പ്. ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ? അപ്പോൾ ഇങ്ങനെ നമുക്ക് കമ്പനിയിലെ വർക്കുകൾ, അപ്പോൾ ഓരോന്നിനും ഓരോ ഉപയോഗങ്ങളുണ്ട് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർക്കിനും ഓരോരോ മോഡലുണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചും കൂടി വീതി കിട്ടും, കുറച്ചും കൂടി നല്ല കാണാനായിട്ട് കുറച്ച് നല്ല ക്ലിയർ ഉണ്ടാവും. മറ്റേതാകുമ്പോൾ പ്രിന്റ് ചെയ്ത് ഒട്ടിച്ച് കഴിഞ്ഞാൽ അടിയിൽ എന്ത് ചെയ്യും? അടിയിൽ കുറേ സ്പേസ് ഒക്കെ യൂസ് ചെയ്യും. അതൊരു നന്നായി വേഡ് പഠിച്ച് ചെയ്തിട്ടുള്ള ഒരാൾ ചെയ്യുന്നൊരു വർക്കല്ല കേട്ടോ. കാരണം വെച്ചാൽ അത് വേഡ് അറിയണ ഒരാളാണെന്നുണ്ടെങ്കിൽ അത് വന്ന് നോക്കുന്ന സമയത്ത് അത് അറിയൂ. അവർക്കത് വേഡിനെ കുറിച്ച്, അതായത് അതിൻ്റെ പേജ് ലേഔട്ടിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ളൊരു ധാരണ കുറവാണെന്നുള്ളത് നമ്മൾ സാധാരണ രീതിയിൽ, ഞാനിപ്പോൾ ഇത് പറയണതല്ല കേട്ടോ, ഞാനൊരു ക്ലാസ് എടുക്കുന്ന അതേ മോഡലിലൂടെ പറഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ പേജിൻ്റെ ഓറിയന്റേഷൻസ് നമുക്ക് സെറ്റ് ചെയ്യാം, പോർട്രേറ്റും അതേപോലെ തന്നെ ലാൻഡ്സ്കേപ്പും. ക്ലിയർ ആണല്ലോ?
ഇനി ഇതിന് ഞാൻ ചെറിയ വേറൊരു എക്സാമ്പിളോട് ഞാൻ പറയാം. ഇപ്പം നമ്മളോട് പറയുകയാണ് സീരിയൽ നമ്പർ, നെയിം, ഹൗസ് നെയിം, പ്ലേസ്, പോസ്റ്റ്, പിൻകോഡ്. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ അങ്ങനെ ചെയ്യണ സമയത്ത് നമ്മൾ ഇവിടെ ഞാൻ ശ്രദ്ധിക്കൂട്ടാ. സീരിയൽ നമ്പർ, നെയിം, ഇത് ഞാൻ വെറുതെ ചെയ്യുന്ന കാരണം സൂം ചെയ്യുന്നില്ല. നെയിം, ഹൗസ് നെയിം, അതേപോലെ തന്നെ പ്ലേസ്, പോസ്റ്റ്, പിൻകോഡ്, ഫോൺ നമ്പർ. ഇങ്ങനെ ചെയ്തിട്ട് സീരിയൽ നമ്പർ 1 എൻ്റെ പേര് ജിജോ കൊമ്പൻ എന്നാണ് എൻ്റെ പേര്. ഹൗസ് നെയിം കൊമ്പൻ എന്നാണ്. പ്ലേസ് വടക്കേകാട് എന്നാണ്. DAKKEKAD വടക്കേകാടാണ്. പോസ്റ്റ് കല്ലൂരാണ്. പിൻകോഡ് 679562 ആണ്. ഫോൺ നമ്പർ 9995883644. ഓക്കെ. ഞാനിതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടായി? ഇപ്പോൾ ഫോൺ നമ്പർ സ്വല്പം താഴ്ത്തിക്ക് ഇറങ്ങി അല്ലേ? ക്ലിയർ ആണല്ലോ? അതായത് ഇതിൽ കൊണ്ടില്ല, ആ പേജിൽ കൊണ്ടില്ല ഇല്ലല്ലോ. ഇതിന് നേരെ പോയി നമ്മൾ ലേഔട്ടിൽ പോയി കഴിഞ്ഞാൽ ഓറിയന്റേഷൻസ് ലാൻഡ്സ്കേപ്പ് ആയി കൊടുത്താൽ ക്ലിയർ ആണല്ലോ? മനസ്സിലായ? അപ്പോൾ പല റിപ്പോർട്ടുകളിലും ചില സമയത്ത് എന്ത് സംഭവിക്കാറുണ്ട്, ഇങ്ങനെ 2 ലൈനൊക്കെ ആയിട്ട് ഇറങ്ങി നിൽക്കുന്ന ഒരു ഓപ്ഷൻസ് അവിടെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ചെയ്യുന്ന കാര്യം നമ്മൾ എടുക്കൂട്ടാ, ക്ലാസ് എടുക്കും. ഞാനതൊരു ഓർഡർ കറക്റ്റായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത്. നോക്കൂ, ഇപ്പം കണ്ട ആ റിപ്പോർട്ടുകൾ വീതി കൂടിയെന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരൊറ്റ പേജിൽ തന്നെ അത് കംപ്ലീറ്റ് കൊണ്ടു. മനസ്സിലായി? അപ്പോൾ പേജിൻ്റെ ഓറിയന്റേഷൻസിന് വളരെയധികം പ്രാധാന്യമുണ്ട്. മനസ്സിലായ? വളരെയധികം പേജിൻ്റെ ഓറിയന്റേഷൻസിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മൾ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണോ റിപ്പോർട്ടുകൾ ചെയ്യുന്നത്. ഇപ്പോൾ എക്സൽ ഷീറ്റുകളിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. വൈഡായിട്ടായിരിക്കും എപ്പോഴും റിപ്പോർട്ടുകൾ ഉണ്ടാവുക. കാരണം കുറച്ച് കൂടുതൽ റിപ്പോർട്ടുകൾ ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ. പേജ് ലേഔട്ടിൻ്റെ ഉള്ളിൽ പേജിൻ്റെ ഓറിയന്റേഷൻസ് സെറ്റ് ചെയ്യാം. ഒന്ന് പോർട്രേറ്റും ഉണ്ട്, രണ്ടാമത്തെ ലാൻഡ്സ്കേപ്പും ഉണ്ട്. ക്ലിയർ അല്ലേ? അടുത്തത് പിന്നെ സാർ എടുക്കേണ്ട ഇൻ ബിറ്റ്വീൻ ഒരു മിനിറ്റ് ഒന്ന് ചോദിച്ചോട്ടെ. സാർ ഇൻ ബിറ്റ്വീൻ ആ ലെവല് കറക്റ്റ് ചെയ്തല്ലോ, അത് എനിക്ക് ഇതുപോലെ അറിയില്ല. ഞാൻ പറഞ്ഞുതരാം. നമ്മളെ ടോപ്പിക്കിൽ വരുന്നുണ്ട്. ഓർഡർ പ്രകാരം പറഞ്ഞാൽ പോരെ? ഓർഡർ പ്രകാരം പറഞ്ഞാൽ പോരെ? ഇപ്പൊ ഞാനത് കാരണം വെച്ചാൽ കുറച്ച് കഴിഞ്ഞിട്ട് പറയേണ്ട ഒരു വർക്കാണ് അത്. ഞാൻ അതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണെന്നുള്ളത്. അത് ടാബ് എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ്. ഞാൻ പഠിപ്പിച്ചു തരാം. ഇന്ന് തന്നെ പഠിപ്പിച്ചു തരാം. ക്ലാസ് കഴിയുന്നതോട് കൂടി പഠിപ്പിച്ചു തരാം. ഓക്കെ. ഇതില് എനിക്ക് എന്ത് ചെയ്യണം? പേപ്പറിന്റെ സൈസ് സെറ്റ് ചെയ്യണം. അടുത്തത് പേപ്പറിന്റെ സൈസ് സെറ്റ് ചെയ്യണം. ഓക്കെ. പേപ്പറിന്റെ സൈസ് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലായിട്ട് നമ്മളൊരു കമ്പനിയിൽ യൂസ് ചെയ്യുന്ന പേപ്പർ A4 എന്നുള്ളൊരു പേപ്പറാണ് അല്ലേ? A4 ആണ് സാധാരണ ഒരുവിധ ആൾക്കാരൊക്കെ യൂസ് ചെയ്യുക പ്രിന്റ് എടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്കിവിടെ പേപ്പർ സൈസുകൾ തിരഞ്ഞെടുക്കാം. ഇപ്പോൾ ഒരു പക്ഷേ നമ്മൾ പറയുകയാണ് എനിക്ക് എൻ്റെ കമ്പനിയിൽ വേറൊരു പേപ്പർ സൈസിൽ പ്രിന്റ് എടുക്കണം. അതായത് A3 സൈസിലാണ് എനിക്ക് പ്രിന്റ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം റിപ്പോർട്ട്. അപ്പോൾ കമ്പനി പറഞ്ഞു A3 പേപ്പറിലാട്ടോ പ്രിന്റ് എടുക്കേണ്ടത്, A3 പ്രിൻ്റർ ഉണ്ട്, അപ്പോൾ A3 പേപ്പറിൽ പ്രിന്റ് എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഈ A3 പേപ്പർ പേജിൻ്റെ ഉള്ളിൽ സൈസിൻ്റെ ഉള്ളിൽ പോയിട്ട് സെറ്റ് ചെയ്തിരിക്കണം. ക്ലിയർ ആണല്ലോ? അപ്പോൾ പേപ്പറിൻ്റെ സൈസ് തിരഞ്ഞെടുക്കാനായിട്ട് ഈ ഓപ്ഷൻസ് ആണ് യൂസ് ചെയ്യുക. ഇപ്പോൾ സാധാരണ രീതിയിൽ A4 ആണ് യൂസ് ചെയ്യുക. A3 വേണമെങ്കിൽ A3, ലീഗൽ, ലെറ്റർ, അങ്ങനെ പല പേപ്പർ സൈസുകൾ നമുക്ക് ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കാം. ഓക്കെ. അതേപോലെ പേപ്പറിൻ്റെ മാർജിനുകൾ കണ്ടല്ലോ. എപ്പോഴും നോർമൽ മാർജിനാണ് എപ്പോഴും യൂസ് ചെയ്യുക. നോർമൽ മാർജിനാണ് സാധാരണ രീതിയിൽ യൂസ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ചെറിയ മാർജിൻ മതി എന്നുണ്ടെങ്കിൽ നാരോ മാർജിൻ യൂസ് ചെയ്യാം. വലിയ മാർജിൻ വേണമെന്നുണ്ടെങ്കിൽ വൈഡ് മാർജിൻ യൂസ് ചെയ്യാം. ഇതൊക്കെ നോക്കി നോക്കൂ. നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്തിട്ടുള്ള മാറ്ററിൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. ശ്രദ്ധിക്കുക. നോക്കൂ, മാർജിൻ, നാരോ മാർജിൻ. എന്തുണ്ടായത് കണ്ട? മാർജിൻ കുറഞ്ഞില്ലേ?
മാർജിൻ കുറഞ്ഞില്ലേ? മറിച്ച് നോർമൽ മാർജിൻ ആണെങ്കിൽ മാർജിൻ കൂടിയത് കണ്ട, വൈഡ് മാർജിൻ ആണെങ്കിൽ മാർജിൻ നല്ലോണം കൂടിയത് കണ്ട. ക്ലിയർ ആണല്ലോ? ഇങ്ങനെ നമുക്ക് മാർജിനുകളെ തിരഞ്ഞെടുക്കാം. ക്ലിയർ അല്ലേ? ക്ലിയർ ആണല്ലോ? ഇനി ഇതിലില്ലാത്ത മാർജിനുകളാണോ നമുക്ക് വേണ്ടത് എങ്കിൽ ശ്രദ്ധിക്കാം, ഇതിലില്ലാത്ത മാർജിനുകളാണ് നമുക്ക് വേണ്ടത് എങ്കിൽ എന്ത് ചെയ്യണം? കസ്റ്റം മാർജിൻ എന്നൊരു ഓപ്ഷൻസ് ഉണ്ട് കണ്ട, അടിയിലെ കസ്റ്റം മാർജിൻ എന്നൊരു ഓപ്ഷൻസ് കണ്ട, മാർജിൻ്റെ ഉള്ളിൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന മെഷർമെന്റിൽ നമുക്ക് മാർജിനുകളെ സെറ്റ് ചെയ്യാം. മനസ്സിലായോ? ടോപ്പിൽ ഇത്ര വേണം, ലെഫ്റ്റിൽ ഇത്ര വേണം, ബോട്ടണിൽ ഇത്ര വേണം, റൈറ്റിൽ ഇത്ര വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഐഡിയയിൽ മാർജിനുകളെ സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചില കമ്പനിക്കാർ അസൈൻമെൻറ്റുകളൊക്കെ ചെയ്യുന്ന സമയത്ത് അവർ പറയുന്ന ഒരു മെയിനായിട്ടുള്ളൊരു മെത്തേഡാണിത്. അതായത് ലെഫ്റ്റിൽ ഇത്ര മാർജിൻ, ടോപ്പിൽ ഇത്ര മാർജിൻ, റൈറ്റിൽ ഇത്ര മാർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർജിൻ ഇതിലില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ടെൻഷൻ ആവണ്ട. നേരെ കസ്റ്റം മാർജിനിൽ പോയിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഐഡിയകൾ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ക്ലിയർ അല്ലേ? ക്ലിയർ ആണല്ലോ? അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടിയിൽ നോക്കി നോക്കി നിങ്ങൾ ഗെറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് എടുക്കുന്നുണ്ട് കണ്ട. എന്താണ് ഗെറ്റർ? എന്താ ഗെറ്റർ അറിയോ? എന്താണെന്നറിയോ? അതായത് നമ്മൾ ടൈപ്പ് ചെയ്യാൻ പോണ കമ്പനി നമ്മളോട് പറയുകയാണ് എന്തെന്ന്, ഈ ബുക്ക് എനിക്ക്, ഈ പ്രിന്റ് ചെയ്തിട്ടുള്ള വർക്ക് എനിക്ക് ബൈൻഡ് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ സ്പൈറൽ ചെയ്യേണ്ടതാണ്. സംഭവിക്കുമല്ലോ? ബൈൻഡ് ചെയ്യണ ബുക്കുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ബൈൻഡ് ചെയ്യണ ബുക്ക് നീർത്തി നോക്കണ സമയത്ത് എന്താ ഉണ്ടാവുക? അതായത് ആ ബൈൻഡ് ചെയ്യണ ഗ്യാപ്പ് അവിടെ കംപ്ലീറ്റ് ഒട്ടിച്ചുണ്ടാവും അല്ലേ? ബുക്ക് ബൈൻഡ് ചെയ്യണ ബുക്കുകൾ കണ്ടിട്ടില്ലേ? അതായത് ലെഫ്റ്റ് സൈഡിൽ കംപ്ലീറ്റ് ഒട്ടിച്ചിട്ടുണ്ടാവും. ഏകദേശം ഒരു ഇഞ്ച് ഗ്യാപ്പിൽ അല്ലെങ്കിൽ ഒരു 1.5-2 ഇഞ്ച് ഗ്യാപ്പിൽ കംപ്ലീറ്റ് അമർത്തി ഒട്ടിച്ചിട്ടുണ്ടാവും. എന്നിട്ടാണ് നമ്മൾ ആ പേജ് ഇങ്ങനെ മറിക്കുക അല്ലേ? ബുക്ക് തുറക്കണ സമയത്ത് ബൈൻഡ് ചെയ്യണ ബുക്ക് തുറക്കുമ്പോഴും സാധാരണ ബൈൻഡ് ചെയ്യാത്ത ബുക്ക് തുറക്കുമ്പോഴും തമ്മിലുള്ള വ്യത്യാസം കണ്ടിട്ടില്ലേ? മനസ്സിലായില്ല? ബൈൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ബുക്ക് ബൈൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല? ആ ലെഫ്റ്റ് സൈഡിൽ ലാമിനേഷൻ ഒക്കെ ചെയ്യുന്ന പോലെ കംപ്ലീറ്റ് സൈഡ് ഒട്ടിച്ചിട്ട് ലെഫ്റ്റ് സൈഡ് ഒട്ടിച്ചിട്ട് നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? ഒട്ടിച്ചിട്ട് നമുക്ക് അതിന്റെ അപ്പൊ നമ്മൾ ഒരു കാര്യമുണ്ട്, ഇങ്ങനെ വർക്ക് ചെയ്താലേ, ഇങ്ങനെ വർക്ക് ചെയ്തിട്ട് ഇത് ബൈൻഡ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഈ മാർജിനൊക്കെ ബൈൻഡ് ചെയ്യണതിന്റെ ഉള്ളിൽ പോയിട്ട് ഈ മാറ്ററൊക്കെ അങ്ങോട്ട് കയറി നിൽക്കുന്ന കാണാം ചില ബുക്കുകളിൽ ഇല്ലേ? എന്നാൽ നമ്മൾ ബൈൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വർക്കാണെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഗെറ്റർ പൊസിഷൻസ് സെറ്റ് ചെയ്യണം. മനസ്സിലായ? ഇപ്പം നമ്മൾ പറയുകയാണ് എനിക്കൊരു 4 സെൻറ്റിമീറ്റർ എനിക്ക് ബൈൻഡ് ചെയ്യാൻ വേണം. ഓക്കെ, നോക്കൂ, 4 സെൻറ്റിമീറ്റർ ബൈൻഡ് ചെയ്യാൻ കൊടുത്തു ഞാൻ. ഇപ്പം നിങ്ങൾ നോക്കി നോക്കിയേ മാർജിൻ, ആ അടിയിലെ പ്രിവ്യൂ നോക്കിയേ, കണ്ട? മനസ്സിലായ? ബൈൻഡ് ചെയ്യാനുള്ള ഗ്യാപ്പും പിന്നെ അവിടെ നിന്നാണ് മാർജിൻ ഫില്ല് ചെയ്യുക. കണ്ടല്ലോ? അപ്പം ഇതുവരെ ബുക്ക് ബൈൻഡ് ചെയ്ത് പോവും, ബാക്കി ഇവിടെ നിങ്ങട്ടുള്ളതാണ് മാർജിൻ. മനസ്സിലായ? ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ എന്താണ് ഗെറ്റർ എന്നുള്ളത് ഭാഗം മനസ്സിലായല്ലോ? അതിന് 2 പൊസിഷൻസ് ഉണ്ട്. ഒന്ന് വേണമെങ്കിൽ നമുക്ക് ലെഫ്റ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ടോപ്പ് യൂസ് ചെയ്യാം. നമ്മൾ ലെറ്റർ പേഡ് പോലെ ലെറ്റർ പേഡ് ബൈൻഡ് ചെയ്യില്ലേ? ഫ്രണ്ടിൽ നിന്ന് ടോപ്പിൽ നിന്ന് ബൈൻഡ് ചെയ്യില്ലേ? മറ്റേത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ബൈൻഡ് ചെയ്യില്ലേ? ക്ലിയർ അല്ലേ? ഇത്രയും സെറ്റിങ്സ് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഒരാൾ വേഡിൽ വർക്ക് തുടങ്ങുന്നത്. മനസ്സിലായ? ഇതുവരെ ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള സെറ്റിങ്സ് ആണ്. അപ്പം നമ്മളൊരു വേഡ് ഓപ്പൺ ആക്കുക, നോർമലായിട്ട് ഓപ്പൺ ആക്കി വേഡ് എടുത്തു, അതിൽ കുറേ ടൈപ്പ് ചെയ്തു, അത് കുറേ പ്രിൻ്റ് അടിച്ചു, അതൊന്നും അർത്ഥമല്ല. അതായത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളത് എന്തിനാണ് അല്ലെങ്കിൽ എന്താണ് ഉദ്ദേശം അതൊക്കെ മനസ്സിലാക്കി ഏത് തരത്തിലുള്ള പേജ് വേണം, എത്ര മാർജിൻ വേണം, അതേപോലെ തന്നെ പേജിൻ്റെ ഓറിയൻറ്റേഷൻസ് സെറ്റ് ചെയ്യണം. പേജ് ഇനിയിപ്പോൾ ഇത് ബൈൻഡ് ചെയ്യാൻ പോണ വർക്കാണോ എന്നുണ്ടെങ്കിൽ അത് ആദ്യം മുൻകൂട്ടി മനസ്സിലാക്കണം. എന്നിട്ടൊക്കെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു വർക്ക് തുടങ്ങേണ്ടത്. ക്ലിയർ ആണല്ലോ? ഇതുവരെ പറഞ്ഞ കാര്യത്തിൽ ഡൗട്ടൊന്നുമില്ലല്ലോ? നമ്മൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. സ്റ്റാർട്ടിൽ വേഡ് ഓപ്പൺ ആക്കി വ്യൂവിൽ പോയിട്ട് വേഡിൻ്റെ ഒരു 5 ഡോക്യുമെൻറ്റ്സ് വ്യൂസുകളെ കുറിച്ച് പരിചയപ്പെടുത്തി. ലേഔട്ടിൽ പോയിട്ട് പേപ്പറിൻ്റെ സൈസിന് പേപ്പർ സൈസ് സെറ്റ് ചെയ്യണമെന്ന് മനസ്സിലാക്കി. പേപ്പറിൻ്റെ ഓറിയൻറ്റേഷൻസ് മനസ്സിലാക്കി.
പേപ്പറിൻ്റെ മാർജിനുകൾ മനസ്സിലാക്കി, കസ്റ്റം മാർജിൻസിൻ്റെ ഉള്ളിൽ ലെഫ്റ്റ് നമുക്ക് ആവശ്യമായിട്ടുള്ള മാർജിൻ സെറ്റ് ചെയ്യണത് മനസ്സിലാക്കി, ഗട്ടറിൻ്റെ അതായത് ബൈൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വർക്കാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൊസിഷൻസ്, അതിൻ്റെ ആ ബൈൻഡ് ചെയ്യാനുള്ള ഗ്യാപ്പ് നമ്മൾ മനസ്സിലാക്കി, അതിൻ്റെ പൊസിഷൻസ് നമ്മൾ മനസ്സിലാക്കി. ഇത്രയും മനസ്സിലാക്കിയിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു വർക്ക് തുടങ്ങുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ഞാനിപ്പോൾ ഡൗട്ട് ചോദിച്ച കാരണം നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ടെക്സ്റ്റ് അലൈൻ ചെയ്യണ ഭാഗം വെച്ച് പറഞ്ഞു തുടങ്ങാം. ശ്രദ്ധിക്കാം. ഞാനൊരു പേജ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. എൻ്റെ ആവശ്യം സീരിയൽ നമ്പർ ടാബ് അടിക്കട്ടാ. കീബോർഡിൽ ടാബ് കീ ഇല്ലേ, ടാബ് കീ കണ്ടിട്ടില്ലേ നിങ്ങൾ കീബോർഡുമേ? അത് ഒരു പ്രാവശ്യം അടിക്കുക, ഒരൊറ്റ പ്രാവശ്യം മാത്രം അടിക്കുക. എന്നിട്ട് നിങ്ങൾ അടുത്ത ഹെഡിങ്, ഇപ്പോൾ നെയിം ആണെന്നുണ്ടെങ്കിൽ നെയിം എന്ന് ഞാൻ അടിച്ചു. വീണ്ടും ഒരു പ്രാവശ്യം ടാബ്, ഹൗസ് നെയിം ഒരു പ്രാവശ്യം ടാബ്, പ്ലേസ് ഒരു പ്രാവശ്യം ടാബ്. നീങ്ങിയില്ലേ എന്നുള്ളത് നോക്കണ്ട കേട്ടോ, ഒരൊറ്റ പ്രാവശ്യം തന്നെ അടിക്കാൻ പാടുള്ളൂ. പോസ്റ്റ് ഒരു പ്രാവശ്യം ടാബ് അടിച്ചു, പിൻകോഡ് ടാബ് അടിച്ചു, ഫോൺ നമ്പർ. ഓക്കെ, ഇത്രയും ഞാൻ സെറ്റ് ചെയ്ത് ടാബ് അടിച്ചു. ക്ലിയർ ആണല്ലോ? ഇനി എൻ്റർ കീ പ്രസ് ചെയ്യുക. അതായത് താഴ്ത്തേക്ക് വരാനായിട്ട് നമ്മൾ എൻ്റർ കീ പ്രസ് ചെയ്തു. എൻ്റർ അടിച്ച താഴ്ത്തേക്ക് ഇറങ്ങുമല്ലോ, ആ ലൈനിൽ കഴ്സർ പോയിന്റ് താഴ്ത്തേക്ക് ഇറങ്ങും. ഓക്കെ, സീരിയൽ നമ്പർ 1 എന്ന് ടൈപ്പ് ചെയ്തു. ഞാൻ എന്ത് ചെയ്യാണ്, ടാബ് കീ അടിച്ചു. ഒരു പ്രാവശ്യം തന്നെ അടിക്കാൻ പാടുള്ളൂ. ടാബ് അടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ പേര് കൊടുത്തു. ഓക്കെ, ഇത് നീങ്ങിയില്ല എന്നുള്ളത് നമ്മൾ നോക്കണ്ട. വീണ്ടും ഒരു പ്രാവശ്യം ടാബ് യൂസ് ചെയ്യാം. മനസ്സിലായ? സെറ്റിങ്സിൽ കറക്റ്റ് ഔട്ട് അത് കിട്ടിയില്ല. ഞാൻ അടിച്ചിരുന്നത് എൻ്റർ കീ 1 മിനിറ്റ് സീരിയൽ നമ്പർ 1 അടിച്ചു, പിന്നെ ടാബ് പ്രസ് ചെയ്തു, നെയിം, പിന്നെ ടാബ്, ഹൗസ് നെയിം, അതൊക്കെ ഓരോന്നും ടാബ് അടിച്ച് സെറ്റ് ചെയ്യാം. ടാബ് അടിച്ചിട്ട് നീങ്ങുന്നില്ലേ? കുഴപ്പമില്ല, അതിലടിച്ചിട്ട് ഇനി അടുത്ത ടാബ് അടിച്ചോ. ഒരു പ്രാവശ്യം അടിക്കാൻ പാടുള്ളൂ. ടാബ് ലെഫ്റ്റ് സൈഡിൽ എസ്കേപ്പിൻ്റെ അടിയിലായിട്ടാണ് കേട്ടോ കാണാൻ. ടാബ് ക്യാപ്സ് ലോഗിൻ്റെ മേലെ കണ്ടല്ലോ. എന്തായാലും ഇവിടെ ശ്രദ്ധിക്കൂ. എന്നിട്ട് പ്രാക്ടീസ് പിന്നെ ചെയ്താൽ മതി, കുഴപ്പമില്ല. ഞാൻ ഇവിടെ ശ്രദ്ധിക്കൂ, ഞാൻ കാണിച്ചു തരാം. ശരിയായില്ലേ? അപ്പോൾ ഞാൻ എൻ്റെ പേര് കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു പ്രാവശ്യം ടാബ് അടിക്കാൻ പാടുള്ളൂ. ഒരു പ്രാവശ്യം ടാബ് അടിക്കാം. എന്നിട്ട് ഞാൻ എൻ്റെ ഹൗസ് നെയിം കൊടുത്തു. വീണ്ടും ഒരു പ്രാവശ്യം ടാബ് അടിച്ചു. കൊമ്പൻ ഹൗസ്, പിന്നെ കല്ലൂർ പോസ്റ്റ് ടാബ് അടിച്ചു. പിന്നെ പിൻകോഡ് അടിച്ചു 679562 ടാബ് അടിച്ചു. മൊബൈൽ നമ്പർ അടിച്ചു. ഓക്കെ, ഇതിപ്പോൾ ആദ്യത്തെ ഒരൊറ്റ സെറ്റിങ്സ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇനി ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇയാളുടെ സിസ്റ്റത്തിൽ ചിലപ്പോൾ എന്തുണ്ടാവില്ല, സ്കെയിൽ ഉണ്ടാവില്ല. സ്കെയിൽ ഓൺ ആയിണ്ട, സ്കെയിൽ ഉണ്ടോ മേലെ? ഇല്ലല്ലോ. റൂളർ സ്കെയില് ഞാൻ നോക്കൂ, ഇവിടെ നോക്കൂ, കാണാലല്ലോ. അപ്പൊ വ്യൂവില് പോയിട്ടേ, വ്യൂ എന്നുള്ള മെനുവിൽ പോയാ അതില് നമ്മൾ നേരത്തെ ചെയ്തില്ലേ, വ്യൂസിന്റെ തൊട്ടപ്പുറത്ത് റൂളർ, ഗ്രിഡ്, നാവിഗേഷൻ പാനൽ എന്നൊക്കെ പറഞ്ഞൊരു ഭാഗം കാണാം. കണ്ടോ? അതിലെ റൂളർ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്കെയിൽ വരും. കണ്ടല്ലോ, നമ്മുടെ പേജിന്റെ മുകളിൽ സ്കെയിൽ വന്നത് കണ്ടോ? ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കട്ടോ, നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുള്ള ഈ ഭാഗം ഉണ്ടല്ലോ, ഇത് മൊത്തം സെലക്ഷൻ ചെയ്യാം. ടൈപ്പ് ചെയ്തത് ആദ്യം തൊട്ടിട്ട് മൊത്തം സെലക്ഷൻ ചെയ്യാം. ഇനി നമുക്ക് ആ പേജിന്റെ ഏത് ഭാഗത്താണോ നെയിം വേണ്ടത് ആ റൂളറിൽ നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു നെയിം എന്നുള്ളത് എനിക്ക് 2 എന്നുള്ള ഈ കാണുന്ന 1.5 എന്നുള്ള ഭാഗത്ത് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ മൗസിൻ്റെ പോയിന്റ് അതിൻ്റെ മേലെ കൊണ്ടുപോയി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. റൂളറിൻ്റെ മേലെ കറക്റ്റ് ഓർഡർ ചെയ്ത് കണ്ടോ? എനിക്ക് വേണ്ടിയത് സെലക്ട് ചെയ്തിട്ട് ടോട്ടൽ സെലക്ഷൻ ചെയ്യാം.
ടോട്ടൽ സെലക്ഷൻ ചെയ്തിട്ട് ഫസ്റ്റത്തെ ടാബിൻ്റെ അവിടെ ഞാൻ എന്ത് ചെയ്യുക, ഫസ്റ്റ് നെയിം എന്നുള്ളത് എവിടെ എന്തിൻ്റെ നേരെ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ നേരെ കൊണ്ടുപോയിട്ട് ക്ലിക്ക് ചെയ്യുക റൂളറിൻ്റെ മുകളിൽ. അടുത്തത് ഹൗസ് നെയിം എനിക്ക് ഏകദേശം ഇവിടെ വരണമെന്ന് വിചാരിക്കാം. നോക്കൂ, കണ്ടോ ഹൗസ് നെയിം ഓർഡർ ചെയ്തിട്ടുണ്ടോ. പ്ലേസ് എനിക്ക് ഏകദേശം ഇവിടെ വരണമെന്ന് വിചാരിക്കാം. പ്ലേസ് ഓർഡർ ചെയ്തിട്ടുണ്ടോ. പോസ്റ്റ് എനിക്ക് ഏകദേശം ഇവിടെ വേണമെന്ന് വിചാരിക്കുക. പിൻകോഡ് എനിക്ക് ഇവിടെ വേണമെന്ന് വിചാരിക്കുക. ക്ലിയർ ആണല്ലോ. ക്ലിയർ അല്ലേ? എല്ലാം കൂടി സെലക്ഷൻ ചെയ്ത് വെക്കണം കേട്ടോ. ഒക്കെ ഒരു ടാബേ അടിക്കാൻ പാടുള്ളൂ, കൂടുതൽ ടാബ് അടിക്കാനും പാടില്ല. ഒരൊറ്റ ടാബ് കൊടുത്തിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, പോസ്റ്റ് പ്ലേസ് വടക്കേകാടാണ്. നമ്മളവിടെ ഒരു എൻട്രി വിട്ട കാരനാണ് അതങ്ങനെ വന്നത്. വടക്കേകാട്, ദെൻ പോസ്റ്റ് കല്ലൂരാണ്. ഓക്കെ, ഇത് നോക്കൂ, നമ്മുടെ വർക്ക് കറക്റ്റ് ഫിനിഷ്, കറക്റ്റ് ഓർഡർ ആയത് കണ്ടോ നിങ്ങൾ? കറക്റ്റ് എല്ലാറ്റിനും നേരെ വന്നത് കണ്ടോ? എന്തെങ്കിലും കാരണവശാൽ നിങ്ങളത് ചേഞ്ച് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അത് സെലക്ഷൻസ് എന്ത് ചെയ്യണം, സെലക്ഷൻ ചെയ്തിട്ട് തന്നെ ആയിരിക്കണം മാറ്റി വെക്കേണ്ടത് കേട്ടോ. നിങ്ങളുടെ ഇങ്ങോട്ടൊക്കെ നീക്കി വെക്കാൻ പറ്റും നമുക്ക്, കണ്ടോ? ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത എൻട്രി വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഒരാൾ എൻട്രി ചെയ്തു. ഇപ്പോൾ അനു എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ പിന്നെ വെറുതെ ടാബ് അടിച്ചാൽ മതി. മനസ്സിലായ? കറക്റ്റ് ആ ഓർഡറിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും. ക്ലിയർ അല്ലേ? ഇതാണ് ടാബ് എന്നുള്ളൊരു കൺസെപ്റ്റ്. അതായത് നമുക്ക് ഓർഡർ ആക്കാനായിട്ട് ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഉണ്ട്. അത് നമ്മൾ അവസാനത്തെ ഒരു ക്ലാസ്സിൽ പറയുള്ളൂ. കാരണം റൈറ്റ് ടാബുകൾ, ലെഫ്റ്റ് ടാബുകൾ, സെൻറ്റർ ടാബുകൾ, ഡെസിമൽ ടാബുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ടാബുകളുണ്ട്. ഇതിപ്പോൾ ഒരു ഫയൽ ഓർഡർ ആക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത് കാണിച്ചു തന്നത് കേട്ടോ. ക്ലിയർ അല്ലേ? ഇപ്പം ഈ പറഞ്ഞ ഭാഗം ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി നമുക്ക് നമ്മൾ നോർമലായിട്ടുള്ള ടോപ്പിക്കിലേക്ക് കിടക്കാം. നോർമലായിട്ടുള്ള ടോപ്പിക്ക് ഞാൻ പറഞ്ഞു തുടങ്ങുന്ന രീതിയിലുള്ള ടോപ്പിക്കിലേക്ക് നമുക്ക് കിടക്കാം. ഞാനിവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു ലെറ്റർ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ലെറ്റർ നമ്മൾ സാധാരണ രീതിയിൽ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കട്ടോ, എനിക്ക് ഹോം എന്നുള്ള മെനു വെച്ചിട്ടാണ് നമ്മളിനി പറഞ്ഞു തുടങ്ങുന്നത്. ഹോമിൽ ഫസ്റ്റ് വരുന്നത് ലെറ്റർ സ്റ്റൈലുകൾ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോണ്ട് മാറ്റാം. അവിടെ ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. നോർമലായിട്ട് എല്ലാവരും ചെയ്യുന്ന വർക്കാണ് ഫോണ്ട്. സൈസ് ചേഞ്ച് ചെയ്യാം, അറിയണതാവും. ഇനി ഇൻക്രീസിങ് ഫോണ്ട് സൈസ്, അതായത് കുറച്ച് ഭാഗം മാത്രം നമുക്ക് വേണമെങ്കിൽ ഒന്ന് വലുതാക്കാം, കുറച്ച് ഭാഗം മാത്രം വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുതാക്കാം. ക്ലിയർ ആണല്ലോ? ഈ എ എന്നുള്ളത് വലുതാക്കാനും ചെറിയ എ എന്നുള്ളത് ചെറുതാക്കാനുമാണ്. ക്ലിയർ അല്ലേ? പിന്നെ ബോൾഡ്. ഒരു മിനിറ്റ് സാർ, ഇപ്പൊ നമ്മൾ ഈ റൂളറിന്റെ ഈ പേജ് ആണല്ലോ എടുത്തിരുന്നത്. അപ്പൊ മറ്റേ ആ ഹോമിന്റെ പേജ് പോയായിരുന്നു. അതപ്പോ എങ്ങനെ ഹോമിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഹോം എന്നുള്ള ക്ലിക്ക് ചെയ്താൽ മതി. കിട്ടി ആണല്ലോ. അപ്പൊ ബോൾഡ്, അപ്പൊ ഫോണ്ട് സൈസ്, ഇൻക്രീസിങ് ഫോണ്ട് സൈസ്, ഡിക്രീസിങ് ഫോണ്ട് സൈസ്. ബോൾഡ് കട്ടി കൂട്ടാനായിട്ട്, ഇറ്റാലിക്സ് ചെരിക്കാനായിട്ട്, കണ്ടല്ലോ. അണ്ടർലൈന് അടിയിൽ ലൈൻ കൊടുക്കാനായിട്ട്, സ്ട്രെയിറ്റ് ത്രൂ. ഇതെന്ന് വെച്ചാൽ ഈ പരസ്യത്തിലൊക്കെ കാണാം. RS ഇന്ന് 4999 ഉറുപ്പിയുള്ള ഒരു പ്രൊഡക്റ്റ് ഓഫർ പ്രകാരം 1999 ഉറുപ്പ്യ. ഇങ്ങനെയൊക്കെ പരസ്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് കാണണം? ഈ 4999 ഉറുപ്പ്യ എന്നുള്ളത് ഒന്ന് വെട്ടിടണം. നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. കണ്ടോ? അപ്പോൾ അത് അതൊരു മാർക്കറ്റിംഗ് തന്ത്രമാണ്. അതായത് വായിക്കുന്ന ആൾ 4999 ഉറുപ്പ്യുള്ള സാധനം 1999 ഉറുപ്പ്യ ഇപ്പോൾ ഉള്ളോ എന്ന് പറയില്ലേ? അപ്പോൾ എഴുതിയതിൻ്റെ മേലെ കൂടെ നമുക്കൊരു വെട്ടിടാനായിട്ട് അതിനായിട്ട് ഉപയോഗിക്കുന്നതാണ് സ്ട്രെയിറ്റ് ത്രൂ എന്നുള്ളൊരു ഓപ്ഷൻസ് യൂസ് ചെയ്യാം. കണ്ടോ? വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഓഫാക്കാം.
ഓണാക്കാനും ഓഫാക്കാനും അതേ സ്വിച്ച് തന്നെ കേട്ടോ. ക്ലിയർ ആണല്ലോ? കിട്ടിയില്ല ഏതാന്ന്. അതായത് ഹോമിന്റെ ഉള്ളിൽ ഏത് option? ബോൾഡ്, ഇറ്റാലിക്സ്, അണ്ടർലൈന് കഴിഞ്ഞാൽ അതിന്റെ തൊട്ടപ്പുറത്ത് കണ്ട സ്ട്രൈക്ക് ത്രൂ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസ് കണ്ട, ഒരു ABC എന്ന് എഴുതിയിട്ട് അതിന്റെ മേലെ കൂടെ ഒരു വര വരച്ചിട്ടുള്ളത്, ഓക്കെ ഓക്കെ. അതാണ് കേട്ടോ. സെലക്ഷൻ ചെയ്ത് വെക്കുക. സെലക്ഷൻ ചെയ്ത് വെച്ചതിന് ശേഷം ജസ്റ്റ് സ്ട്രൈക്ക് ത്രൂ ഓണാക്കി കൊടുക്കുക. വേണ്ടാന്നുണ്ടെങ്കിൽ അതന്നെ ഓഫാക്കി കൊടുക്കുക. ക്ലിയർ അല്ലേ? കിട്ടിയത്. ഇനി അടുത്തത് വരുന്നതാണ് സൂപ്പർ സ്ക്രിപ്റ്റ്, സബ്സ്ക്രിപ്റ്റ്. എന്താണ് സൂപ്പർ സ്ക്രിപ്റ്റ്, സബ്സ്ക്രിപ്റ്റ്? ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമ്മളോട് പറയുകയാണ്, എനിക്ക് എന്ത് ചെയ്യണം, ഫസ്റ്റ് ബർത്ത്ഡേ, ഒരു എക്സാമ്പിളാണ് ഫസ്റ്റ് ബർത്ത്ഡേ. അപ്പോൾ 1 നടിക്കും, ST നടിക്കും, BIRTHDAY നടിക്കും അല്ലേ? ഇവിടെ എന്താ സംഭവിച്ചത്? ഈ ST എന്നുള്ള ഭാഗം ഓട്ടോമാറ്റിക്കായിട്ട് സൂപ്പർ സ്ക്രിപ്റ്റ് ആയത് കണ്ട നിങ്ങൾ മേലെ കയറി നിന്നത് കണ്ട, ST എന്നുള്ള ഭാഗം. അതിന് പകരം അത് ഡീഫോൾട്ടായിട്ട് വരുന്നതാണ്. അതിന് പകരം ഇപ്പോൾ ഞാൻ പറയുകയാണ് സെക്കൻഡ് കണ്ട, സെക്കൻഡിൽ നിന്ന് അടിച്ചപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. ഇനിയിപ്പോൾ വന്നില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ വന്നില്ല എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 നമുക്ക് മേലേക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സൂപ്പർ സ്ക്രിപ്റ്റ് എന്നുള്ള കമാൻഡാണ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ആ എക്സ് ഗാതം 2 എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ടോ ഒരു സിമ്പിള്? അതേപോലെ തന്നെ അടിയിലേക്കാണെന്നുണ്ടെങ്കിൽ H2O. അപ്പോൾ നമ്മൾ സയൻസിലൊരു സൂത്രവാക്യമാണ് അല്ലേ, H2O എന്നുള്ളൊരു സൂത്രവാക്യം. ആ 2 മാത്രം നമുക്ക് താഴ്ത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രിപ്റ്റ് യൂസ് ചെയ്യാനായിട്ട്. ക്ലിയർ ആണല്ലോ? അപ്പോൾ എന്താണ് സൂപ്പർ സ്ക്രിപ്റ്റ്, എന്താണ് സബ്സ്ക്രിപ്റ്റ് എന്നുള്ള ഭാഗം മനസ്സിലായില്ലേ? ഓക്കെ. ഇനി അടുത്തത് വരുന്നത് ഇതിൻ്റെ സ്റ്റൈലുകളാണ്. ഏത് മോഡൽ സ്റ്റൈലുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഈ ഫസ്റ്റ് ബർത്ത്ഡേ എന്നുള്ളത് എനിക്ക് എന്ത് ചെയ്യണം, ഈ മോഡൽ മതി. കണ്ടോ? മനസ്സിലായ? ഓക്കെ. അതിന്റെ സ്റ്റൈൽ അതിൽ ആ എ എന്ന് പറഞ്ഞിട്ടൊരു ഫോണ്ട് കാണാം, സബ്സ്ക്രിപ്റ്റ് അതുപോലെ സൂപ്പർ സ്ക്രിപ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് എ എന്നുള്ളൊരു ഫോണ്ട് കാണാം. ക്ലിയർ അല്ലേ? അതിന്റെ ഉള്ളിൽ ഒരു ഏരോ കാണാം, ചെറിയൊരു ഏരോ കാണാം അടിയിലേക്ക്. അതിന്റെ ഉള്ളിൽ നിന്ന് നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? ഈ ഏരോ എ എന്നുള്ള ഒരു സിമ്പിൾ കണ്ടില്ലേ നിങ്ങളിവിടെ? ആ സബ്സ്ക്രിപ്റ്റ് സൂപ്പർ സ്ക്രിപ്റ്റ് കഴിഞ്ഞിട്ട് അതിന്റെ തൊട്ട അടിയിലായിട്ട് കാണാം ഒരു എ എന്നുള്ള ഒരു സിമ്പിള്. സബ്സ്ക്രിപ്റ്റ് സൂപ്പർ സ്ക്രിപ്റ്റ് കഴിഞ്ഞിട്ട് എനിക്ക് എ എന്ന് പറഞ്ഞിട്ടാ കിടക്കണേ. ഓക്കെ. അത് ഒരു വലിയ അക്ഷരം ഒരു ചെറിയ അക്ഷരം ഒരു വലിയ അക്ഷരം ചെറിയ അക്ഷരം എ ആണല്ലേ? ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. അതിൽ വേർഷൻസിൽ വ്യത്യാസം ഉള്ളത് കൊണ്ടാണ്, പഴയ വെർഷൻസ് ആയതുകൊണ്ടാണ് വ്യത്യാസം മാറിയിട്ടില്ല. എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിക്കാം. ഞാൻ ടൈപ്പ് ചെയ്ത് വന്നു, നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് വന്നപ്പോഴാണ് നമ്മളോട് മാനേജർ പറയുന്നത് ഇതൊക്കെ എനിക്ക് വലിയ അക്ഷരത്തിലാണ് ടൈപ്പ് ചെയ്യേണ്ടത്. മനസ്സിലായ? അപ്പോൾ ഒരാളൊരു റിപ്പോർട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അത് ആൾ ഫുള്ള് ഇങ്ങനെയാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇത്രയും പേജ് ഉണ്ട്, 3 പേജ് ഉണ്ട്. ഓക്കെ. ഈ 3 പേജിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ നിന്നുകൊണ്ട് എനിക്കിത് ഫുള്ള് വലിയ അക്ഷരമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് കളഞ്ഞ് ടൈപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമല്ലല്ലോ. ഒരു മിനിറ്റ് കേട്ടോ, അപ്പം അതിലെ ഞാൻ ക്ലാസ്സിലവിടെ തിരിച്ചു വിളിക്കാം. ഓക്കെ, ശ്രദ്ധിക്കാം. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇത് ഫുള്ള് വലിയ അക്ഷരമാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ നിങ്ങൾ കാണിച്ചു തന്നിട്ടുള്ള ആ ഭാഗം, ആ എ എന്ന് കിടക്കുന്ന ഭാഗത്തിൻ്റെ ഉള്ളിൽ ചേഞ്ച് കേസ് എന്ന് പറയാം. ചേഞ്ച് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങണ അക്ഷരം മാത്രം വലിയ അക്ഷരം, ഫുള്ള് സ്മോൾ ലെറ്റർ, ഫുള്ള് വലിയ അക്ഷരം, ഫുള്ള് ഓരോ വേർഡ് മാത്രം വലിയ അക്ഷരം, തുടങ്ങണ അക്ഷരം മാത്രം ചെറിയ അക്ഷരം. അപ്പർ കേസ് ലോവർ കേസ് എന്നാണോ? അതന്നെ. അപ്പർ കേസ് ആണെങ്കിൽ ഫുള്ള് വലിയ അക്ഷരം, ലോവർ കേസ് ആണെങ്കിൽ ഫുള്ള് സ്മോൾ ലെറ്റർ, സെന്റൻസ് കേസ് ആണെന്നുണ്ടെങ്കിൽ തുടങ്ങണ അക്ഷരം മാത്രം വലിയ അക്ഷരം, ക്യാപിറ്റൽ ഈച്ച് വേർഡ് ആണെന്നുണ്ടെങ്കിൽ തുടങ്ങണ ഓരോ വേർഡും വലിയ അക്ഷരം, RAEDA. കണ്ട? ക്ലിയർ ആണല്ലോ? ട്യൂബിൾ കേസ് ആണെന്നുണ്ടെങ്കിൽ തുടങ്ങണ അക്ഷരം മാത്രം ചെറിയ അക്ഷരം.
മനസ്സിലായ? പക്ഷെ നമ്മൾ നോർമലായിട്ട് സെന്റൻസ് കേസ് ആണ് യൂസ് ചെയ്യുക. ഇതേപോലെ വല്ല ആൾക്കാർ ഇപ്പോൾ ഒരു 100 പേജോ അല്ലെങ്കിൽ ഒരു 500 പേജൊക്കെ ഉള്ള ഒരു റിപ്പോർട്ട് വന്നിട്ട് പറയുകയാണ് എനിക്കിത് മുഴുവൻ വലിയക്ഷരത്തിൽ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 500 പേജ് നമ്മൾ മാറ്റി ടൈപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിബിൾ അല്ലല്ലോ. അപ്പം നമുക്ക് ഇതിൽ നിന്നുകൊണ്ട് തന്നെ എഡിറ്റ് ചെയ്യണം. അപ്പോഴാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, ഈ ചേഞ്ച് കേസ് എന്നുള്ളൊരു ഓപ്ഷൻസ് യൂസ് ചെയ്യും. നമ്മൾ മനസ്സിലായില്ലേ? അപ്പോൾ ഫോണ്ട് ഇൻക്രീസ് ചെയ്യാനുള്ളത്, ഡിക്രീസ് ചെയ്യാനുള്ളത് ചേഞ്ച് കേസ്. പിന്നെ അതിൻ്റെ അടിയിൽ കാണാം, നിങ്ങൾ അവിടെ മൗസ് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ കാണാം ക്ലിയർ ഓർ ഫോർമാറ്റിംഗ് എന്നൊരു ഭാഗം ഉണ്ടാവും. ഒരു എന്ന് എഴുതിയിട്ട് ഒരു എറൈസറിന്റെ ചിഹ്നമുള്ള ഭാഗം. അതിന്റെ അടിയിൽ ഒരു എറൈസർ പോലത്തെ ഒരു ചിഹ്നമുള്ള ഒരു ഭാഗം, മായ്ക്കണ പോലത്തെ സാധനം. ക്ലിയർ ഓൾ ഫോർമാറ്റിംഗ്. അതിന്റെ മുകളിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പേര് എഴുതി കാണിക്കും. ക്ലിയർ ഓൾ ഫോർമാറ്റിംഗ്. ഒരു മിനിറ്റ് സാറ്. ക്ലിയർ ഓൾ ഫോർമാറ്റ് പെന്നാണ്. പിന്നെ എ കഴിഞ്ഞിട്ട് സ്റ്റൈൽസ് അല്ല, ഫോൺ കളർ, ഫോണ്ടിന്റെ കളർ ഉണ്ട്. അതിന്റെ അപ്പുറത്ത് എന്തുണ്ട്, ഒരു ഹൈലൈറ്റ് കളേഴ്സ് ഉണ്ടാവും, ടെക്സ്റ്റ് ഹൈലൈറ്റ് കളേഴ്സ് ഉണ്ടാവും. ഹൈലൈറ്റ് കളർ ഉണ്ട്. അതിന്റെ അത് കഴിഞ്ഞിട്ട് എന്താണ്, ടെക്സ്റ്റ് എഫക്റ്റ് എന്നിട്ട് എന്തെങ്കിലും ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് അലൈൻ ടെക്സ്റ്റ് ആണ്, അലൈൻമെന്റുകളാണുള്ളത് അല്ലേ? ഓക്കെ, ശരി, കുഴപ്പമില്ല. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ക്ലിയർ ഫോർമാറ്റിംഗ് എന്നൊരു ടോപ്പിക് ഉണ്ട്. എൻ്റെ സ്ക്രീൻ കാണാലോ, ഇവിടെ കണ്ടില്ലേ ഒരു എ എന്നൊരു എറൈസർ പോലത്തെ ഒരു ടൂൾ കണ്ടോ? അത് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിറ്റ് സാറേ, കിട്ടി. അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ മുകളിൽ വരുത്തിയിട്ടുള്ള എല്ലാ മാറ്റങ്ങളും പോയിട്ട് വേർഡ് ഡീഫോൾട്ടായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫോർമാറ്റ് ഏതാണോ ആ ഫോർമാറ്റിലേക്ക് പോകും. ക്ലിയർ ഫോർമാറ്റ്. നമ്മളിപ്പോ പല ഫോണ്ട് മാറ്റിയ, സൈസ് മാറ്റിയ, കളർ മാറ്റിയൊക്കെ ചെയ്താലും ക്ലിയർ ഫോർമാറ്റിംഗ് കൊടുത്തു കഴിഞ്ഞാലൊക്കെ പഴയ പോലെ ആയിട്ട് മാറും, പഴയ ഫോർമാറ്റ് ആയിട്ട് മാറും വേർഡിന്റെ. ഓക്കെ. പിന്നെ ഒരു എ എന്ന് എഴുതിയിട്ട് അടിയിലൊരു കളർ കണ്ടോ നിങ്ങൾ, ഫോണ്ട് കളർ എന്നിട്ടൊരു ഓപ്ഷൻസ് കാണാം. അത് നമ്മുടെ ടെക്സ്റ്റിന്റെ കളറാണ്. മനസ്സിലായ? സെലക്ഷൻ ചെയ്യാം, ഏത് കളറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത്, ഇപ്പോൾ പച്ച ആണെങ്കിൽ പച്ച, നീലയാണെങ്കിൽ നീല, കരിനീല, വയലറ്റ്, കണ്ടില്ലേ, കരിഞ്ചുവപ്പ്, ഏത് കളറുകൾ ടെക്സ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ, അതായത് കളർ പ്രിന്റ് അടിക്കേണ്ടി വരും ചിലപ്പോൾ. സംഭവം മനസ്സിലായ? അതാണ് ടെക്സ്റ്റ് കളേഴ്സ്. അതിന്റെ തൊട്ടടിയിൽ കാണാം ഹൈലൈറ്റ് കളേഴ്സ് എന്നിട്ടൊരു ഓപ്ഷൻസ് ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടി വിയിൽ ന്യൂസൊക്കെ വായിക്കുന്ന സമയത്ത് കണ്ടിട്ടില്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകളുടെ അടിയിലൊക്കെ ഒരു ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ഭാഗം കണ്ടിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? അതാണ് ഹൈലൈറ്റ് കളേഴ്സ്. ഈ ടി വിയിൽ ന്യൂസൊക്കെ വായിക്കുമ്പോൾ വിവാദമായിട്ടുള്ള പ്രസ്താവനയുടെ അടിയിലൊക്കെ അവരിങ്ങനെ ഒരു നീല കളറോ അല്ലെങ്കിൽ ഒരു മഞ്ഞ കളറോ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ കാണിക്കുക, ഹൈലൈറ്റ് ചെയ്യുക, എടുത്ത് കാണിക്കാൻ വേണ്ടി. ക്ലിയർ അല്ലേ? ഹൈലൈറ്റ് കളേഴ്സ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ള ലെറ്ററിൻ്റെ സ്റ്റൈലുകൾ, ഇത് ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ എടുക്കുന്നുണ്ടാവുക. എന്തായാലും ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക, ഇത് ഫോണ്ടിൻ്റെ സ്റ്റൈലുകളാണ്, കുറേ റെഡിമെയ്ഡായിട്ട് എടുക്കുന്ന കുറച്ച് സ്റ്റൈലുകളാണ് കേട്ടോ. പിന്നെ ഇതിൽ പഠിക്കാനുള്ളത് അതിൻ്റെ ഏറ്റവും തുടക്കത്തിൽ കട്ട്, കോപ്പി, പേസ്റ്റ് എന്നൊരു ഓപ്ഷൻസ് ഉണ്ടല്ലോ. ഒരു കത്രയുടെ ചിഹ്നമായിട്ട് കട്ടും, ഒരു കോപ്പി, ഒരു പേസ്റ്റ്, ഒരു ഫോർമാറ്റ് പെയിന്റർ എന്നൊരു ഭാഗം അല്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാനിങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ ഓണർ പറയുകയാണ് അല്ലെങ്കിൽ മാനേജർ പറയുകയാണ് എന്നോട്, എന്ത് പറയുകയാണ്, ഈ ഫസ്റ്റ് പാരഗ്രാഫ് ഇവിടെ അല്ല വേണ്ടത്. ഫസ്റ്റ് പാരഗ്രാഫിന് ഇപ്പോൾ മനസ്സിലാവാനായിട്ട് ഞാൻ റെഡ് കളർ കൊടുത്തിട്ടുണ്ട്. ഈ ഫസ്റ്റ് പാരഗ്രാഫ് എനിക്ക് ഇവിടെയല്ല, അതായത് മൂന്നാമത്തെ പാരഗ്രാഫായിട്ടാണ് ഈ പാരഗ്രാഫ് വേണ്ടത്. ക്ലിയർ ആണല്ലോ? കൺസെപ്റ്റ് മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മളിത് കളഞ്ഞിട്ട് രണ്ടാമത് ടൈപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് അല്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്യും, അതിനെ സെലക്ഷൻ ചെയ്തിട്ട് കട്ട് ചെയ്യും. ആ കത്തരയുടെ ചിഹ്നമുള്ള ടൂൾ കണ്ടോ ഇവിടെ, അത് വെച്ച് കട്ട് ചെയ്യും. അവരെവിടെയാണോ മാനേജർ നമ്മളോട് പറഞ്ഞെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് നമ്മൾ അതിനെ പേസ്റ്റ് ചെയ്യും. മനസ്സിലായ? കട്ട് ചെയ്യാനായിട്ട് Ctrl+X ആണ്. ഇതിനൊക്കെ ഷോർട്ട് കട്ടുകൾ ഉണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞുതരാം, അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. Ctrl+X ആണ് കട്ട്. അതേപോലെ തന്നെ പേസ്റ്റ് ചെയ്യാനായിട്ട് Ctrl+V ആണ്. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ കോപ്പി ചെയ്യാനായിട്ട് ഇപ്പോൾ മാനേജർ പറയുകയാണ് ഇതേ പാരഗ്രാഫ് തന്നെ ഒന്നും കൂടി കോപ്പി ചെയ്യണം. ക്ലിയർ അല്ലേ? അപ്പോൾ ഞാൻ ഒന്നുകൂടി കോപ്പി ചെയ്തു, Ctrl+C കോപ്പി ചെയ്തു.
മാനേജർ പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ അടിയിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്യാം. മനസ്സിലായ? അപ്പോൾ കട്ടും കോപ്പി തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായ? കട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജിൽ നിന്ന് പോയിട്ടാണ് അത് വേറെ സ്ഥലത്ത് പേസ്റ്റ് ആവുക. കോപ്പി ആണെങ്കിൽ ആ നമ്മൾ കോപ്പി ചെയ്ത ഭാഗം പോവില്ല, വീണ്ടും ഒരെണ്ണം വരിക ചെയ്യാം. മനസ്സിലായ? കട്ടും കോപ്പിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? കട്ടാണെങ്കിൽ ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഇതാ ഇവിടെ നോക്കൂട്ടാ, ഈ ഭാഗം എനിക്ക് ഇവിടെ നിന്ന് വേണ്ടാന്നാണെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ടാണ് പേസ്റ്റ് ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ? മറിച്ച് കോപ്പിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഇത് കട്ട് ചെയ്യാൻ പാടില്ല, കോപ്പി ചെയ്തിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഇതിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. ക്ലിയർ അല്ലേ? അപ്പോൾ മറ്റേ ഭാഗം പോയിട്ടില്ല, ഒന്നും കൂടി അവിടെ വന്നു. ക്ലിയർ ആണല്ലോ? കട്ട്, കോപ്പി, പേസ്റ്റ്. ഓക്കെ. ഇനി അതിന് തൊട്ടടിയിൽ ഒരു ബ്രഷ് വെച്ചിട്ട് ഒരു ഫോർമാറ്റ് പെയിന്റർ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. കണ്ടോ നിങ്ങൾ? ഫോർമാറ്റ് പെയിന്റർ. ഫോർമാറ്റ് പെയിന്റർ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഞാനിവിടെ വേറൊരു ലെറ്റർ സ്റ്റൈലൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു ലെറ്റർ സ്റ്റൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്, ശ്രദ്ധിക്കുക. പിന്നെ ഈ ലെറ്ററിന് തന്നെ നമ്മൾ കൊടുത്തിട്ടുള്ള കളറ് ഒരു ഡാർക്ക് ഗ്രീനാണ്, ഒരു ഗ്രീൻ കളറാണ് കൊടുത്തിട്ടുള്ളത്. കമ്പനി പറയാണ് ഇതേ സ്റ്റൈല്, ശ്രദ്ധിക്കണം കേട്ടോ, ഇതേ സ്റ്റൈല് എനിക്ക് എന്ത് വരണം, ഈ റെഡ് കളർ കൊടുത്തിട്ടുള്ളതിന് ഇതേ സ്റ്റൈല് വരണം. ശ്രദ്ധിക്കുക, മാറ്റർ അല്ല, ഇതിൻ്റെ മുകളിൽ ഉപയോഗിച്ചിട്ടുള്ള സ്റ്റൈലുകൾ വരണം എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നോർമലായിട്ട് ഇവിടെ പോയി ഫോണ്ട് മാറ്റി കളർ മാറ്റിയൊക്കെ വേണ്ടേ, എന്നാൽ അതിൻ്റെ ആവശ്യമില്ല. വീട്ടിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിനെ ഏതെങ്കിലും ഒരു ഭാഗം സെലക്ഷൻ ചെയ്തിട്ടേ, ഏതെങ്കിലും ഒരു ഭാഗം സെലക്ഷൻ ചെയ്തിട്ട് കോപ്പി പറയാം, അതായത് Ctrl+C, ഇവിടെ പോയിട്ട് കോപ്പി പറയാം. ഓക്കെ. എന്നിട്ട് നമുക്ക് ഈ ഭാഗത്തല്ലേ വരേണ്ടത്, ഈ റെഡിനല്ലേ അത് വരേണ്ടത്. ഫോർമാറ്റ് പെയിന്റർ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. കണ്ട? മനസ്സിലായ? ക്ലിയർ ആണല്ലോ? അതായത് ഇത്ര ശ്രദ്ധിക്കുക, നമ്മൾ പറയണത് ഞാൻ ഏതെങ്കിലും ഒരു ഭാഗം സെലക്ഷൻ ചെയ്ത് കോപ്പി ചെയ്യുക, ഫോർമാറ്റ് പെയിന്റർ എടുത്തിട്ട് ഏത് ഭാഗത്തിനാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തിനോട് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കോപ്പി ചെയ്ത ലെറ്റർ സ്റ്റൈലില്ലേ, കോപ്പി ചെയ്തിട്ടുള്ള ലെറ്റർ സ്റ്റൈൽ ഉണ്ടല്ലോ, ആ കോപ്പി ചെയ്തിട്ടുള്ള സ്റ്റൈലുകൾ കംപ്ലീറ്റ് നമുക്ക് ഇതേപോലെ ഇവിടെ പ്രിന്റ് ചെയ്ത് നോക്കി. കേട്ടോ? മനസ്സിലായല്ലോ? എനിക്ക് വന്നില്ലല്ലോ സാറേ. ആദ്യം ഇതിന് ഏത് സ്റ്റൈലാണ് കൊടുത്തിട്ടുള്ളത്, ഏത് കളറൊക്കെ കൊടുത്തിട്ടുള്ളത്? ഒരു യെല്ലോ കൊടുത്തിട്ടുണ്ട്. യെല്ലോ കൊടുത്തു. അതിനെന്ത് ചെയ്യുക, ആ ഭാഗത്തിനൊന്ന് സെലക്ഷൻ ചെയ്താൽ നിങ്ങൾ ആ ഭാഗത്തിനൊന്ന് സെലക്ഷൻ ചെയ്തു, കോപ്പി പറയാ, Ctrl+C പറയാ. Ctrl+C പറഞ്ഞു. ഇനി നേരെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഫോർമാറ്റ് പെയിന്റർ എന്നുള്ള ടൂൾ എടുക്കും. ഫോർമാറ്റ് പെയിന്റർ എന്നുള്ള ബ്രഷിന്റെ ടൂൾ എടുക്കുക. ഇനി ഏതിനാണോ സ്റ്റൈല് വരുത്തേണ്ടത്, അതായത് ആ മഞ്ഞ സ്റ്റൈൽ ഏതിനാ വരുത്തേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് ആ ബ്രഷ് കൊണ്ട് ഡ്രാഗ് ചെയ്യും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഫോർമാറ്റ് പെയിന്റർ, അതായത് ഒരിക്കൽ ഉപയോഗിച്ചിട്ടുള്ള സ്റ്റൈലുകൾ വേറെ സ്ഥലത്തേക്ക് ഫോർമാറ്റിനെ പെയിന്റ് ചെയ്യുക, ആ ഫോർമാറ്റിനെ കൊണ്ട് കോപ്പി ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കൺസെപ്റ്റ് ആണ് ഇത് ഫോർമാറ്റ് പെയിന്റർ എന്നുള്ള കൺസെപ്റ്റ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു എഫക്റ്റ് ആണ് പേസ്റ്റിൻ്റെ ഉള്ളിൽ. ശ്രദ്ധിക്കുക, ഇത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു വേർഡിൽ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാവരും അല്ല, ഇയാൾ ശ്രദ്ധിക്കുക. ഓക്കെ. ഞാനിത് കോപ്പി, കാരണം കുറേ ക്ലാസ് ബാച്ച് ഉള്ളതാണേ, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ. വേറെ ക്ലാസ്സുകൾ എടുക്കുന്ന അതേ രീതിയിൽ വരുന്നതാണ്. ഓക്കെ, ശ്രദ്ധിക്കാം. ഇതിനെ ഞാൻ ഒരു വേറെ പേജിലേക്ക് ഞാൻ ഒന്ന് നോക്കൂട്ടോ. ഞാനൊന്ന് ഇതിനെ കോപ്പി ചെയ്തിട്ട് ഞാനൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യുന്നുണ്ട്.
ഞാൻ വേറൊരു ഒരൊറ്റ പേജ് മാത്രം എടുക്കാം, കൺഫ്യൂഷൻ ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, നമ്മളൊരൊറ്റ പേജ് മാത്രം എടുത്തിട്ടുള്ളൂ. ഇതിലൊരു ലെറ്റർ തയ്യാറാക്കിയിട്ടുണ്ട്, നമ്മുടെ കമ്പനി പറഞ്ഞിട്ടുള്ള ഒരു ലെറ്റർ ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ഒരു മീറ്റിങ്ങിന് ക്ഷണിച്ചു കൊണ്ടിട്ടുള്ള ഒരു ലെറ്റർ ആണെന്ന് സങ്കല്പിക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമ്മളിതൊരു മീറ്റിങ്ങിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ 2 അഡ്രസ്സ് ആർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. 2 ജിജോ കൊമ്പൻ, കൊമ്പൻ ഹൗസ്, കൊമ്പൻ ഹൗസ്, കല്ലൂർ പോസ്റ്റ്, വടക്കേകാട്. അങ്ങനെ കൊടുത്തു. ഇതാണ് ഇപ്പോൾ നമ്മുടെ അയക്കുന്ന ലെറ്റർ എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, എക്സാമ്പിളായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ എന്ത് ചെയ്തു, ഞാനിവിടെ ഒരു ലെറ്റർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഇതേ ലെറ്റർ ഞാൻ നമ്മുടെ ഒരു 10 ആൾക്ക് ഇതേപോലെ ഇപ്പോൾ നമ്മുടെ കമ്പനിയിലുള്ള ഒരു 10 ആൾക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക, സെറ്റ് ചെയ്തിട്ട് പ്രിൻ്റ് അടിച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞാനതിൻ്റെ മീറ്റിംഗ് ടൈം എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ അതല്ല, ലെറ്റർ അതല്ല, പക്ഷേ ഞാൻ മീറ്റിംഗ് ടൈം ഇപ്പോൾ 2 PM എന്നിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതൊരു മീറ്റിങ്ങിൻ്റെ സമയമാണ്, 2 മണിക്കാണ് മീറ്റിംഗ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ലെറ്റർ എല്ലാവർക്കും അയക്കണമെന്ന് വിചാരിക്കാം. ഞാൻ എന്ത് ചെയ്തു, ഇതിനെ കോപ്പി ചെയ്യാം, ശ്രദ്ധിക്കുക, കോപ്പി ചെയ്യാം. ഇനി ഇത് വേറൊരാൾക്കും കൂടി അയക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, വേറൊരാൾക്കും കൂടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ ഫയലിൽ പോയിട്ട് ന്യൂ പേജ് എടുത്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, അതിവിടെ പേസ്റ്റ് ചെയ്യണതിന് പകരം, ശ്രദ്ധിക്കട്ടോ, പേസ്റ്റ് ചെയ്യണതിന് പകരം ഞാൻ പേസ്റ്റ് സ്പെഷ്യലിൽ പേസ്റ്റ് ലിങ്ക് എന്നിട്ടൊരു ഓപ്ഷൻസ് ഉണ്ട്, അത് വെച്ച് പേസ്റ്റ് ചെയ്തു. രണ്ടും സെയിം തന്നെയാണ്. പേസ്റ്റ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ പേസ്റ്റ് ചെയ്തു, പേസ്റ്റ് സ്പെഷ്യലിൽ. ക്ലിയർ ആണല്ലോ? പേസ്റ്റ് സ്പെഷ്യലിലെ പേസ്റ്റ് ലിങ്ക് എന്നുള്ളൊരു ഓപ്ഷൻസ് വെച്ചിട്ടാണ് ഞാൻ പേസ്റ്റ് ചെയ്തത്. ഇനി ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. പെട്ടെന്ന് മാനേജർ നമ്മളോട് പറയാണ് 2 മണി എന്നുള്ളത് 2 മണിക്കല്ല 3 മണിക്കാന്ന് പറഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒറിജിനൽ ഫയലില്ലേ, അതൊരു 3 മണി ആക്കിയാലേ നമ്മുടെ രണ്ടാമത്തെ ഫയലിലും ഡീഫോൾട്ടായിട്ട് അത് 3 മണിയായി ഉണ്ടാവും. കണ്ട, മനസ്സിലായ? അതാണ് പേസ്റ്റ് ലിങ്ക് എന്നുള്ള, പേസ്റ്റ് സ്പെഷ്യലിലെ പേസ്റ്റ് ലിങ്ക് എന്നുള്ള കൺസെപ്റ്റ്. അതാണ്, മനസ്സിലായ? ഇനിയിപ്പോൾ ഞാൻ ഈ 3 മണി എന്നുള്ളത് നമ്മുടെ ആദ്യത്തെ ഫയലിൽ ഞാൻ 5 മണിയാക്കി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള കാരണം ഇതും 5 മണിയാവും. കണ്ട, നമ്മൾ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് ഇവിടെ ഫയല് കാണാൻ പറ്റുന്നില്ല സാർ. ഏതാ ഫയൽ എന്നുള്ള ഓപ്ഷൻ എനിക്ക് കാണുന്നില്ല. ഈ ഹോമിന്റെ ഫസ്റ്റില് അല്ലെങ്കിൽ കൺട്രോൾ N അടിച്ചാലും മതി. കൺട്രോൾ N അടിച്ചാൽ പുതിയ പേജ് കിട്ടും. കൺട്രോൾ N. ഓക്കെ, അപ്പോൾ പുതിയ പേജ് വന്നില്ലേ? ഇനി പേസ്റ്റ് ചെയ്യുമ്പോൾ അത് കോപ്പി ചെയ്യുക. പേസ്റ്റ് ചെയ്യുമ്പോൾ പേസ്റ്റിന് പകരം പേസ്റ്റ് സ്പെഷ്യലിൻ്റെ ഉള്ളിൽ പേസ്റ്റ് ലിങ്ക് എന്നുള്ളൊരു ഭാഗം കാണാം. പേസ്റ്റ് സ്പെഷ്യൽ എടുത്താ പേസ്റ്റ് കണ്ടു. പേസ്റ്റിന്റെ അടിയിലേക്ക് ഒരു ഏരോ ഉണ്ടോ നിങ്ങൾ? അതിന്റെ അടിയിൽ ഒരു ഏരോ, ചെറിയൊരു ഏരോ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേസ്റ്റ് സ്പെഷ്യൽ എന്നൊരു ഓപ്ഷൻസ് ആണ്. പേസ്റ്റ് സ്പെഷ്യൽ കണ്ടു. അതിന്റെ അടിയിൽ പേസ്റ്റ് എന്നുള്ളതിന്റെ അടിയിൽ പേസ്റ്റ് ലിങ്ക് എന്നൊരു ഓപ്ഷൻസ് ആണ്. പേസ്റ്റ് ലിങ്ക് ടിക്ക് ചെയ്തിട്ട് ഓക്കെ പറയാം. ക്ലിയർ ആണല്ലോ? പേസ്റ്റ് സ്പെഷ്യൽ അടിക്കുമ്പോൾ അന്നേരം വേറെ എന്തോ ഒരു ഇത് വരുവാണല്ലോ. പേസ്റ്റ് സ്പെഷ്യൽ എന്നൊരു വിൻഡോ വരും. അതിന്റെ അടിയിൽ പേസ്റ്റും ഉണ്ടാവും, പേസ്റ്റ് ലിങ്ക് എന്നൊരു ഓപ്ഷൻസ് ഉണ്ടാവും. പേസ്റ്റ് ലിങ്ക് കൊടുക്കണം. ലിങ്ക് കൊടുത്തിട്ട് ഓക്കെ പറയാം. അപ്പോഴാണ് അത് ലിങ്ക് ആവുള്ളൂ കേട്ടോ. HTML ഫോർമാറ്റ് അതവിടെ കിടന്നോട്ടെ, അതൊക്കെ അവിടെ കിടന്നോട്ടെ, അതൊന്നും വിഷയമല്ല. പേസ്റ്റ് ലിങ്കിൽ ടിക്ക് ചെയ്താ നിങ്ങള് അതിന്റെ ലെഫ്റ്റ് സൈഡിൽ കാണാലോ. പക്ഷെ അത് ആക്റ്റീവ് അല്ല. അത് കോപ്പി ചെയ്ത് റെഡി ആവാത്ത കാരണം, കോപ്പി ചെയ്ത കൺസെപ്റ്റ് റെഡി ആവാത്ത കാരണം. അതായത് നിങ്ങൾ എല്ലാ ഫയലും ക്ലോസ് ചെയ്തിട്ടേ
ഒരു പുതിയ പേജ് എടുത്തിട്ട് ഞാൻ നേരത്തെ ചെയ്തിരുന്ന പോലെ തന്നെ പുതിയൊരു പേജ് എടുക്കുക. ആ പേജിൽ ഒരു മാറ്റർ ആദ്യം സെറ്റ് ചെയ്യുക, അതിനെ കോപ്പി ചെയ്യുക, എന്നിട്ട് പുതിയൊരു ഫയൽ എടുത്തിട്ട് അതിനെ പേസ്റ്റ് ലിങ്ക് വഴി പേസ്റ്റ് ചെയ്യിക്കുക. കേട്ടോ, ചെയ്യാൻ പറ്റും, ആക്റ്റീവ് ആവും. കേട്ടോ, അതാണ് പേസ്റ്റ് ലിങ്ക് എന്നുള്ള, പേസ്റ്റ് സ്പെഷ്യൽ എന്നുള്ള കൺസെപ്റ്റ്. ഇനി ഞാൻ ഇതുവരെ പറഞ്ഞ ഷോർട്ട് കട്ടുകൾ നിങ്ങൾക്ക് ഓരോന്നിൻ്റെ മേലെ വെച്ച് നോക്കിയാലും കാണാൻ പറ്റും. Ctrl+B ബോൾഡ്, Ctrl+I ഇറ്റാലിക്സ്, Ctrl+U അണ്ടർലൈന്, കണ്ടല്ലോ ഷോർട്ട് കട്ടുകൾ കണ്ടല്ലോ. ഈ ഷോർട്ട് കട്ടുകൾ നിങ്ങൾ നോട്ട് ചെയ്തിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കണം. സൂപ്പർ സ്ക്രിപ്റ്റ്, സബ്സ്ക്രിപ്റ്റ് കണ്ടോ, Ctrl+Shift+, പിന്നെ ഫോൺ സൈസ് ഇൻക്രീസ് ചെയ്യാനുള്ള ഷോർട്ട് കട്ടുകൾ, ഡിക്രീസ് ചെയ്യാനുള്ള ഷോർട്ട് കട്ടുകൾ, ചേഞ്ച് കേസിൻ്റെ ഷോർട്ട് കട്ടുകൾ, Shift F3 വരിക. അതതിലുണ്ടാവില്ല, നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് അടിച്ച് നോക്കിക്കോളൂ. അതായത് ടൈപ്പ് ചെയ്തതിനെ സെലക്ഷൻ ചെയ്തിട്ടേ Shift F3 എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വലിയ അക്ഷരം ചെറിയ അക്ഷരമൊക്കെ ആയിട്ട് മാറുള്ളൂ. ഷിഫ്റ്റ് അമർത്തി പിടിച്ചിട്ട് F3, ഏതെങ്കിലും ഒരു മാറ്റർ സെലക്ഷൻ ചെയ്തിട്ട് F3 നമ്മൾ നേരത്തെ കണ്ടില്ലേ, F1 F2 F3 അതിലത്തെ അത് അടിച്ചു നോക്കി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വലിയ അക്ഷരമാവും, ചെറിയ അക്ഷരമാവും, സെൻറ്റൻസ് കേസൊക്കെ ആവും. എന്തെങ്കിലും ഒരു മാറ്റർ ടൈപ്പ് ചെയ്തത് സെലക്ഷൻ ചെയ്തിട്ട് Shift F3 അടിക്കാം. അതുണ്ടല്ലോ, അതാണ് ആ ചേഞ്ച് കേസിന്റെ ഷോർട്ട് കട്ടാണത്. കേട്ടാ, ക്ലിയർ ആണല്ലോ? ഓക്കെ, നമ്മൾ ഇന്ന് ഇത്രേ പറയുന്നുള്ളൂ. ഞാൻ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജിജോ. വടക്കേകാടാണ് സ്ഥലം. തൃശ്ശൂർ ജില്ലയിലത്തെ വടക്കേകാട് എന്നുള്ളൊരു സ്ഥലത്തു നിന്നാണ് വരുന്നത്. നമ്മൾ ക്ലാസ് എന്താ വെച്ചാൽ എനിക്ക് 3 മണിക്ക് വേറെ ബാച്ചുകൾ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അത് സാറ് അങ്ങനെ നിർബന്ധം പറഞ്ഞത് കൊണ്ടാണ് നമ്മളിപ്പോൾ 2 to 3 എന്നുള്ള കുറച്ച് സ്വല്പ സമയം ഗ്യാപ്പ് ഉണ്ടായിരുന്നൊരു സമയമായിരുന്നു ആ സമയത്ത് എടുക്കണത്. കേട്ടോ, അപ്പോൾ നാളെ ഉണ്ടാവില്ല, നാളെ പെരുന്നാളായ കാരണം ഉണ്ടാവില്ല. മറ്റന്നാൾ തൊട്ടിട്ട് നമ്മൾ ഇതേപോലെ എല്ലാ ദിവസവും 2 to 3 എന്നുള്ളൊരു സമയത്ത് നമ്മുടെ ക്ലാസ് ഉണ്ടാവും. എന്തെങ്കിലും മുടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വാട്സപ്പിൽ മെസ്സേജ് അയക്കും. എന്തെങ്കിലും വല്ല മീറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലും ബൈ ചാൻസ് മുടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നമുക്കൊരു ഏകദേശം ഒരു 10-15-20 ദിവസത്തിനുള്ളിലായിട്ട് ഞാൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് തരാം. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിതൊന്ന് റെക്കോർഡിംഗ് ഒന്ന് ഓഫ് ആകട്ടെ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനിതിൻ്റെ റെക്കോർഡ്